ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ले लो सलाम अब हमारा आका, ले लो सलाम अब हमारा. सबा तू मदीने जाके, सबा तू मदीने जाके के देना खुदारा. आका ले लो सलाम अब हमारा. चांद के टुकड़े किए पेड़ों ने सजदे किए. चांद के टुकड़े किए पेड़ों ने सजदे किए. सूरज पलटे. ഒരു പുരുഷായുസ് മുഴുവൻ ആദർശത്തിൽ ചാലിച്ച ജീവിതം നയിച്ച് അനശ്വരനായ അനുകരണീയത സമർപ്പിച്ച മഹാമനീഷി, സത്യാദർശത്തിന്റെ വിചാര വിളംബരത്തിനായി നിസ്തുല സേവന ചരിത്രം തീർത്ത ചരിത്ര പുരുഷൻ, ജ്ഞാനധന്യതയുടെ പ്രകാശ പ്രസരണം കൊണ്ട് കേരള ജനതയെ സമുദ്ധരിച്ച ആദരണീയനായ ഗുരുവര്യർ, നിരുപമമായ സമർത്ഥന പാടവം കൊണ്ട് ബിദഈ കേന്ദ്രങ്ങളിൽ ഇടിനാദം സൃഷ്ടിച്ച ആദർശ തേരാളി, പുറം ശക്തികളുടെ തിട്ടൂരം തിരുത്തി സുന്നി സംഘചലനത്തിന് സ്വതന്ത്ര പ്രവർത്തന സാഹചര്യമൊരുക്കിയ പ്രസ്ഥാന നായകൻ, സ്വതസിദ്ധമായ പ്രഭാഷണ വൈഭവം കൊണ്ട് സുന്നി മാനസങ്ങളിൽ ആദർശത്തിന്റെ അടിവേരുറപ്പിച്ച പ്രഭാഷകൻ, ജ്ഞാനപ്രകാശത്തിൽ പരിലാളിതമായ കുടുംബ പാരമ്പര്യത്തിന്റെ പൈതൃകമായ ആത്മചൈതന്യത്തെ പാണ്ഡിത്യം കൊണ്ട് അലങ്കരിച്ച നിരുപമനായ മഹാപണ്ഡിതൻ, ജ്ഞാനം പകർന്നും നുകർന്നും സത്യം പറഞ്ഞും പകർത്തിയും സത്യപ്രതിബദ്ധതയുടെ ആൾരൂപമായി ജീവിച്ച മാതൃകാ പുരുഷൻ, ആദർശ ജീവിതത്തിന് കണിശവും കൃത്യവുമായ അതിരടയാളങ്ങൾ കുറിച്ചു നൽകി തലമുറകൾക്ക് ആദർശ പ്രബുദ്ധത സമ്മാനിച്ച ആദർശശാലി, മർഹൂം ശൈഖൂന ഇ കെ ഹസൻ മുസ്ലിയാർ എന്ന മഹാഗുരുവിന് അനുയോജ്യമായ വിശേഷണങ്ങൾ അനവധിയാണ്. കർമ്മധന്യമായ ജീവിത സാഫല്യത്തിന്റെ തെളിമയാർന്ന രാജപാത നമുക്കായി ദർശനം ചെയ്ത് ശൈഖൂന വിട പറഞ്ഞിട്ട് 3 ദശാബ്ദത്തോളമായി. മറക്കാനാകാത്ത ത്യാഗകഥകളും അനുകരണീയ കർമ്മജീവിതവും നിരന്തരമായ ആദർശ പ്രചാരണ സേവനങ്ങളും അയവിറക്കാനും അനുകരിക്കാനും പുതിയ തലമുറയ്ക്ക് സാധിക്കണമെന്ന ആഗ്രഹത്തിന്റെ ഫലമാണ് ഈ എളിയ സേവനം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിൽ അംബിയാഇ വൽ മുർസലീൻ വഅലാ ആലിഹി വസഹാബത്തിഹി വത്താബിഈന വമൻ തബിഅഹും ബിഇഹ്സാൻ ഇലാ യൗമിദ്ദീൻ. 20-ാം നൂറ്റാണ്ടിലെ ഏറ്റവും ശ്രദ്ധേയനായ ഒരു വലിയ പണ്ഡിതൻ്റെ ജീവിത സ്പന്ദനങ്ങൾ, ഹൃദയത്തുടിപ്പുകൾ സമൂഹത്തിൻ്റെ മുന്നിൽ സമർപ്പിക്കാൻ തൗഫീഖ് നൽകിയ അള്ളാഹുവിനെ സ്തുതിക്കുന്നു. അൽഹംദുലില്ലാഹ്. ഈ കൊച്ചു കേരളത്തിൽ ഈ കഴിഞ്ഞ നൂറ്റാണ്ടിൽ എമ്പാടും പണ്ഡിതർ ജീവിച്ചു മൺമറഞ്ഞു പോയിട്ടുണ്ട്. പക്ഷേ ലക്ഷക്കണക്കിലുള്ള സുന്നികളുടെ മനസ്സിൽ മായാതെ മങ്ങാതെ ധീരവീര സ്മരണകൾ കോറിയിട്ടു കടന്നുപോയ ഉന്നതമായൊരു വ്യക്തിത്വം മഹാനായ ശൈഖുന ഇ കെ ഹസൻ മുസ്ലിയാരെ പോലെ ഇല്ല എന്നുള്ളതാണ് പരമാർത്ഥം. കൂടുതൽ കാലമൊന്നും അദ്ദേഹം ജീവിച്ചില്ലെങ്കിലും തൻ്റെ വിലപ്പെട്ട ആയുസ് തനിക്ക് ചിന്തിക്കാനും സ്വതന്ത്രമായി പ്രവർത്തിക്കാനും സർവശക്തനായ അല്ലാഹു സുബ്ഹാനഹു വ തആല തൻ്റെ ഇടം നൽകിയ കാലം മുതൽ മരണശയ്യയിൽ മരണത്തോട് മല്ലടിക്കുന്ന അവസാന നിമിഷം വരെയും അഹ്ലുസുന്നത്ത് വൽ ജമാഅ അതിൻ്റെ ഉയർത്തെഴുന്നേൽപ്പ്
അതിനു വേണ്ടിയായിരുന്നു താൻ ജീവിച്ചത് എന്നുള്ളത് അനിഷേധ്യമായ യാഥാർത്ഥ്യമാണ്. ആ മഹാനുഭാവൻ്റെ ജീവിത ചരിത്രങ്ങൾ മുഴുവനും ഇതുപോലെ ഒരു കൊച്ചു CD-യിലൂടെ സമാഹരിക്കാൻ ശ്രമിക്കുക എന്നുള്ളത് വലിയ ഒരു പ്രയാസം തന്നെയാണെങ്കിലും ഞങ്ങളാൽ ആകുന്നത് സമൂഹത്തിന് സമർപ്പിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടെയാണ് മഹത്തായ ശ്രമത്തിന് ഞങ്ങൾ മുതിർന്നത്. ഷെയ്ഖുന EK ഹസൻ മുസ്ലിയാർ, ആ പേര് സുന്നികളുടെ മനസ്സിൽ എന്നും ഓളം വെട്ടി നിൽക്കുന്ന ഒരു നാമമാണ്. അഹ്ലുസുന്നത്ത് വൽ ജമാഅ ഇന്ന് അതിൻ്റെ സുഗമമായ പ്രവർത്തനത്തിന് ഒരുപാട് സേവനങ്ങൾ അർപ്പിച്ച മഹാൻ, ആ മഹാൻ്റെ ധന്യമായ ജീവിതം, അവിടുത്തെ പടയോട്ടങ്ങൾ, അത് ഏറെക്കുറെ ചുരുങ്ങിയ നിലയിൽ സമാഹരിക്കാൻ ഞങ്ങൾ ശ്രമിച്ചിട്ടുണ്ട്. അതിന് സഹായിച്ച, സഹകരിച്ച, അതിനുവേണ്ടി പ്രവർത്തിച്ച എല്ലാ നല്ല മനസ്സുകളോടും അതിൻ്റെ ഒരു ചെറിയ സേവകൻ എന്നുള്ള നിലയിൽ 1000 നന്ദികൾ രേഖപ്പെടുത്തി മഹാനായ ഉസ്താദിൻ്റെ ഈ ജീവിത സ്പന്ദനങ്ങൾ നിങ്ങളുടെ മുന്നിൽ സമർപ്പിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ മഹാനുഭാവനെയും അതുപോലെ പരിശുദ്ധമായ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിൻ്റെ ഋജുവായ മാർഗത്തിൽ സേവനങ്ങൾ അർപ്പിച്ചു, വീരസ്മരണകൾ സംഭാവന നൽകി വിട പറഞ്ഞുപോയ ദശലക്ഷക്കണക്കിലുള്ള സാലിഹ്യങ്ങളെയും നമ്മയുമൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ സ്വർഗ്ഗലോകത്തിൽ അല്ലാഹു ഒരുമിച്ച് കൂട്ടിത്തരുമാറാവട്ടെ. മഹാനായ ശൈഖുനയെ സംബന്ധിച്ച് കൂടുതൽ ഞാനൊന്നും തന്നെ പറയുന്നില്ല. കേരളത്തിലെ ബുദ്ധിജീവികളും മഹാന്മാരായ പണ്ഡിതന്മാരും സാധാരണക്കാരും അവിടുത്തെ പ്രിയപ്പെട്ട ഒട്ടനവധി ശിഷ്യഗണങ്ങളും വിലപ്പെട്ട ആ ജീവിതത്തിൻ്റെ ഏടുകൾ നിങ്ങളുടെ മുന്നിൽ തുറന്നു വെക്കുകയാണ്. ഇത്തരുണത്തിൽ മഹത്തായ ഈ സേവനത്തിന് സാരഥ്യം വഹിച്ചത് ജാമിയ ഹസനിയ ഇസ്ലാമിയ എന്ന് പറയുന്ന മഹത്തായ ഈ സ്ഥാപനത്തിൻ്റെ പ്രവർത്തകരാണ്. മഹാനരായ റസൂലുള്ളാഹി തങ്ങൾ വിശുദ്ധ ഭൂമിയിൽ സത്യദീനിന്റെ വെളിച്ചം പ്രസരിച്ചു ജീവിക്കുന്ന കാലം, മലയാള നാടിന്റെ മഹാഭാഗ്യം. ആ സത്യദീനിന്റെ സന്ദേശം നമ്മുടെ നാട്ടിലുമെത്തി. തിരുനബിയെ കാണാൻ മക്കത്ത് പോയ പെരുമാൾ ചക്രവർത്തിയും ഇവിടെ ഇസ്ലാം പ്രചരിപ്പിക്കുന്നതിനായി കടൽ കടന്നെത്തിയ മാലിക് ദീനാർ സംഘവും സ്വഹാബി എന്ന അതിമഹത്തായ വിശേഷണത്തിൽ സന്ധിക്കുന്നു. കേരളനാടിന്റെ ഇസ്ലാമിക ചരിത്രം തുടങ്ങുന്നത് സഹാബത്തിൽ നിന്നാണെന്നത് ചരിത്രസത്യമാണ്. കേരളത്തിലെ ഇസ്ലാമിന് ഒരു ചെവിയുടെ അകലം മാത്രമാണ് നബി തങ്ങളിൽ നിന്നുള്ളത്. കൊടുങ്ങല്ലൂർ കേന്ദ്രമായി നടത്തിയ വ്യാപകമായ പ്രചാരണത്തിന്റെ ഗതിവേഗം വളരെ കൂടുതലായിരുന്നു. ബഹുമാനപ്പെട്ട മാലിക് ദീനാർ സംഘത്തിൽ നിന്ന് കേരളത്തിലെ ഇസ്ലാമിക പ്രചാരണത്തിന് നേതൃത്വം നൽകിയ ഹബീബ് ഇബ്നു മാലിക് റളിയല്ലാഹുവും പത്നിയും ഇവിടെ വിശ്രമം കൊള്ളുന്നു. വിശ്വാസികൾക്ക് പരിചരണം നൽകുന്നതിനും കൂടുതൽ പ്രചാരണം നടത്തുന്നതിനും ഇടയ്ക്കിടെ മിഷണറിമാർ കേരളക്കരയിലെത്തി. ഇസ്ലാമിന്റെ പാരമ്പര്യ ഗുണമേന്മ നവ്യവും സജീവവുമായി നിലനിർത്തുന്നതിൽ മിഷണറിമാർ വലിയ പങ്കുവഹിച്ചു. സയ്യിദുമാർ, പണ്ഡിതന്മാർ, സൂഫി വര്യന്മാർ, ഈ ശൃംഖല നീണ്ടതാണ്. തിരുനബിയുടെ ഒരു തിരുവചനം നമുക്കിങ്ങനെ വായിക്കാം: സത്യവിശ്വാസം യമനികമാണ്, സത്യതത്വങ്ങൾ യമനികമാണ്. ഇസ്ലാമിക വിശ്വാസത്തിനും അതിന്റെ ആചാരാനുഷ്ഠാന രീതികൾക്കും യമനുമായി ബന്ധമുണ്ടെന്ന് സാരം. കേരളത്തിലെ സത്യാദർശ പ്രചാരണത്തിൽ യമനീ സ്പർശം കൂടുതൽ പ്രകടമാണ്. മഹാന്മാരായ ജിഫ്രി സദാത്തുക്കൾ, ബാ അലവി സദാത്തുക്കൾ, മഖ്ദൂം കുടുംബം എന്നിങ്ങനെ പണ്ഡിത സാദാത്തുക്കളുടെ തായ്വീരുകൾ യമനിലാണ്. ബഹുമാന്യരായ ശൈഖുന EK ഹസൻ മുസ്ലിയാരുടെ കുടുംബത്തിന്റെ തായ്വേരും യമനിലാണ്. വരയ്ക്കൽ മുല്ലക്കോയ തങ്ങളുടെ പിതാമഹൻ സയ്യിദ് അലി ഹാമിദ് ബാ അലവി തങ്ങളുടെ കൂടെ ഒരു സേവകനായി കേരളത്തിലെത്തിയ പണ്ഡിതനായിരുന്നു മുഹമ്മദ് കോയ മുസ്ലിയാർ. കോഴിക്കോട് സയ്യിദ് അവർകൾ പ്രവർത്തനം കേന്ദ്രീകരിച്ച സ്ഥലം പുതിയ അങ്ങാടിയായി മാറി.
അങ്ങനെ അവിടം പുതിയങ്ങാടി എന്നറിയപ്പെട്ടു. കേരളത്തിൽ നിന്ന് വിവാഹം ചെയ്ത് ഇവിടെ താമസമാക്കിയ തങ്ങളുടെ കൂടെ മുഹമ്മദ് കോയ എന്നവരും താമസിച്ചു. പുതിയങ്ങാടി സയ്യിദുമാർ ആ മഹാപണ്ഡിതനെ വളരെയേറെ ആദരിച്ചു. അന്ത്യവിശ്രമത്തിനായി അവരുടെ മഖ്ബറയ്ക്ക് മധ്യേ സ്ഥലവും നൽകി. അദ്ദേഹം പുതിയങ്ങാടി സാദാത്തുക്കൾക്കിടയിലാണ് അന്ത്യവിശ്രമം കൊള്ളുന്നത്. മുഹമ്മദ് കോയ മുസ്ലിയാരുടെ പുത്രനായ അബൂബക്കർ എന്ന പണ്ഡിത വര്യന്റെ മകനായിരുന്നു എഴുത്തച്ഛൻ കണ്ടി വീട്ടിൽ കോയട്ടി മുസ്ലിയാർ. പ്രമുഖ പണ്ഡിതനും സൂഫി വര്യനുമായിരുന്നു അദ്ദേഹം. കോയട്ടി മുസ്ലിയാർ ഫാത്തിമ ദമ്പതികളുടെ സന്തതികളിൽ ജീവിച്ചിരുന്നത് 9 പേരായിരുന്നു. 7 ആണും 2 പെൺകുട്ടികളും. ആൺമക്കളെയെല്ലാം പാരമ്പര്യത്തിന്റെ ശീലിൽ പണ്ഡിതരാക്കി വളർത്തി. അവരെല്ലാവരും കേരളത്തിന്റെ ആത്മീയ നഭോമണ്ഡലത്തിലെ തിളങ്ങുന്ന താരങ്ങളായിരുന്നു. മാതാപിതാക്കളും പിതാമഹൻ അബൂബക്കർ മുസ്ലിയാരും സഹോദരങ്ങൾ ഉസ്മാൻ മുസ്ലിയാർ, അലി മുസ്ലിയാർ എന്നിവരും ഈ മക്ബറയിലാണ് അന്ത്യവിശ്രമം കൊള്ളുന്നത്. ശൈഖൂന ഹസൻ മുസ്ലിയാർക്കും അല്ലാഹു നിശ്ചയിച്ചത് ഇവിടെ അന്തിയുറങ്ങാനാണ്. 1926 കോയട്ടി മുസ്ലിയാരുടെ 6ാമത്തെ പുത്രനായി നമ്മുടെ സ്മരീയ പുരുഷൻ EK ഹസൻ മുസ്ലിയാർ പറമ്പിൽ കടവിൽ എഴുത്തച്ഛൻ കണ്ടി വീട്ടിൽ ജാതനായി. ഇതാണ് 7 പണ്ഡിത കേസരികൾക്ക് ജന്മം നൽകിയ EK തറവാട്. കൂടുതൽ പരിഷ്കരണങ്ങൾക്ക് വിധേയമാകാതെ അതിന്നും നിലനിൽക്കുന്നു. അനുജൻ അബ്ദുല്ല മുസ്ലിയാരും കുടുംബവുമാണ് ഇപ്പോഴിവിടെ താമസിക്കുന്നത്. ഈ കാണുന്ന തറ ചരിത്രമുറങ്ങുന്ന ഈ ഭവനത്തിലെ ഒരു പ്രത്യേക സ്ഥാനമാണ്. ആത്മീയ കേരളത്തിന്റെ കെടാവിളക്കുകൾ, സമസ്തയുടെ സാരഥികൾ, പണ്ഡിത സാദാത്തുക്കൾ, മർഹൂം CM വലിയുല്ലാഹി തുടങ്ങിയവരൊക്കെ വിശ്രമിക്കുകയും അന്തിയുറങ്ങുകയും ചെയ്ത തറയാണിത്. ഷംസുൽ ഉലമ EK അബൂബക്കർ മുസ്ലിയാർ, ഉമർ മുസ്ലിയാർ, ഉസ്മാൻ മുസ്ലിയാർ, അലി മുസ്ലിയാർ, അഹമ്മദ് മുസ്ലിയാർ എന്നിവരാണ് ജ്യേഷ്ഠ സഹോദരങ്ങൾ. അബ്ദുല്ല മുസ്ലിയാരാണ് അനുജ സഹോദരൻ. 2 സഹോദരിമാരുമുണ്ട്. വീട്ടിലെ പ്രാഥമിക പഠന പരിശീലനങ്ങളോടൊപ്പം തൊട്ടടുത്തുള്ള ചെലവൂർ മാപ്പിള സ്കൂളിൽ നിന്നും പ്രാഥമിക വിദ്യാഭ്യാസം നേടി. ഇപ്പോൾ AMLP സ്കൂൾ എന്നാണ് ഇതറിയപ്പെടുന്നത്. പ്രാഥമിക പഠനത്തിനു ശേഷം ചെറുമുക്ക്, കോട്ടുമല, ഇടപ്പള്ളി, തളിപ്പറമ്പ്, പാറക്കടവ്, നെടിയിരുപ്പ്, പരപ്പനങ്ങാടി, കോടഞ്ചേരി തുടങ്ങിയ സ്ഥലങ്ങളിൽ ഓതിപ്പഠിച്ചു. ശേഷം വേലൂർ ബാഖിയാത്തിൽ നിന്ന് മൗലവി ഫാലിൽ ബാക്കവി അഥവാ MFB ബിരുദം നേടി. പിതാവിനു പുറമെ ജ്യേഷ്ഠ സഹോദരനായ ഷംസുൽ ഉലമ EK അബൂബക്കർ മുസ്ലിയാർ, ഉള്ളാൾ സയ്യിദ് അബ്ദുറഹ്മാൻ അൽ ബുഖാരി, കോട്ടുമല അബൂബക്കർ മുസ്ലിയാർ, ഇടപ്പള്ളി അബൂബക്കർ മുസ്ലിയാർ, കോയപ്പ കുഞ്ഞിമുഹമ്മദ് മുസ്ലിയാർ തുടങ്ങിയവരാണ് പ്രധാന ഗുരുവര്യർ. വിജ്ഞാനത്തിന്റെ അകക്കാമ്പറിഞ്ഞ് ദർസ് നടത്തിയ മഹാപണ്ഡിതശ്രേഷ്ഠരാണ് എല്ലാവരും. അവരിൽ നിന്നും ജ്ഞാനമത് നുകർന്ന ഹസൻ മുസ്ലിയാരിൽ അത് പത്തരമാറ്റിൽ തിളങ്ങി. ആത്മീയ കേരളത്തിന്റെ ജ്ഞാനജ്യോതിസ് വന്ദ്യരായ CM വലിയുല്ലാഹി, ഷിറിയ അബ്ദുള്ളക്കുഞ്ഞി മുസ്ലിയാർ തുടങ്ങിയവർ ശൈഖുനായുടെ സതീർത്ഥരായിരുന്നു. സഹോദരൻ അബ്ദുള്ള മുസ്ലിയാർ അതിങ്ങനെ ഓർക്കുന്നു. മടവൂരും ഒവ്വരും അസംഖായ ശരീക്കന്മാരായിട്ട് CM അസംഖായ ശരീക്കന്മാരായിട്ട് താമസിച്ചിട്ടുണ്ട്. പഠനകാലത്ത് ചർവിത ചർവണത്തിലൂടെ വിവിധ വിജ്ഞാനശാഖകളിൽ വ്യുൽപ്പത്തി നേടി. 5ാം ക്ലാസ്സിൽ നിന്നും ഭൗതിക വിദ്യാഭ്യാസം നിർത്തേണ്ടിവന്ന ഹസൻ മുസ്ലിയാർ ദർസ് വിദ്യാർത്ഥി ജീവിതകാലത്ത് അത്യാവശ്യമായ മലയാള ഭാഷാ പരിജ്ഞാനം നേടാനും അവസരം കണ്ടു. അത് പിന്നീട് സുന്നി കൈരളിക്ക് അമൂല്യമായ സാഹിത്യ സംഭാവന നൽകുന്നതിന് കാരണമാവുകയുണ്ടായി. താൻ നേടുന്ന വിജ്ഞാനം വിതരണത്തിനും സുന്നത്ത് ജമാഅത്തിന് സേവനം ചെയ്യാനുമുള്ളതാണെന്ന ഉൾവിളിയുണ്ടായതുപോലെയായിരുന്നു ശൈഖുനായുടെ വിദ്യാർത്ഥി ജീവിതം. തദനുസൃതമായ ശീലങ്ങൾ തന്റെ ജീവിതത്തിൽ ഏറെ പ്രകടമായിരുന്നു. ദീർഘകാലത്തെ സഹപ്രവർത്തകനായ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ അയവിറക്കുന്നതിങ്ങനെ: പണ്ഡിതന്മാരിൽ ചിലർ പ്രസംഗവൈഭവം
ഉണ്ടാകും. അതേസമയം വലിയ വലിയ കിതാബുകൾ ദർസ് നടത്താനുള്ള കഴിവ് ഇല്ലാതിരിക്കും. മറ്റു ചിലർക്ക് മുഴുവൻ കിതാബുകളും ദർസ് നടത്താനും പഠിപ്പിക്കാനും സാധിക്കും. പൊതു സ്റ്റേജിൽ പ്രസംഗിക്കാൻ കഴിയില്ല. ചിലർ ദർസ് നടത്തുകയോ പ്രസംഗിക്കുകയോ ചെയ്താൽ തന്നെ ജനങ്ങളിലേക്ക് ഉദ്ദേശിച്ച കാര്യം പൂർണ്ണമായി എത്തിച്ചു കൊടുക്കാനും ധരിപ്പിക്കാനും കഴിവുണ്ടാകില്ല. ഇങ്ങനെ വ്യത്യസ്ത രീതിയിലാണ് പണ്ഡിതന്മാർ. എന്നാൽ മർഹൂം EK ഹസൻ മുസ്ലിയാർ നവ്വറല്ലാഹു മർഖദഹു ഏറ്റവും വലിയ ആഴത്തിലേക്ക് ഇറങ്ങിച്ചെന്ന് ഇൽമ് പഠിച്ചിട്ടുള്ള ഒരു പണ്ഡിതനാണ്. പരിശുദ്ധ ഖുർആനും ഹദീസും ഫിഖ്ഹും ഉസൂലുൽ ഫിഖ്ഹും നഹ്വും സർഫും തസവ്വുഫും അങ്ങനെ തുടങ്ങി എല്ലാ വിധത്തിലും നല്ല പാണ്ഡിത്യമുള്ള ഒരു പണ്ഡിതൻ ആയിരുന്നു. അതേ ഇൽമ് വിദ്യാർത്ഥികൾക്ക് പറഞ്ഞ് ഫലിപ്പിക്കുന്നതിനും അവരുടെ ഹൃദയത്തിൽ ഉറപ്പിക്കുന്നതിനും തൻ്റെ കഴിവ് വളരെ വലിയ കഴിവായിരുന്നു. അതോടൊപ്പം അള്ളാഹുവിന് വേണ്ടി കോപിക്കലും അള്ളാഹുവിന് വേണ്ടി പ്രിയം വെക്കലും ഈമാനിൽപ്പെട്ടതാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച ആ ഹദീസിന്റെ ശരിയായ ഒരു ഉദാഹരണമായിരുന്നു മർഹൂം EK ഹസൻ മുസ്ലിയാർ. തന്റെ കീഴിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളോടുള്ള സ്നേഹം, അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ പ്രവർത്തകരോടുള്ള സ്നേഹം, അതെത്ര ചെറിയവരായാലും വലിയവരായാലും സാധാരണക്കാരനായാലും പണ്ഡിതനായാലും എല്ലാവരോടും വളരെ നല്ല സ്നേഹവും വിനയവും ഉള്ള ഹസൻ മുസ്ലിയാർ ബിദ്അത്തുകാരോട് കടുത്ത എതിർപ്പും അവരോട് ശക്തമായ പോരാട്ടവും തന്നെയാണ് തന്റെ ജീവിതത്തിൽ മുഴുവനും ഉണ്ടായിരുന്നത്. ഇദാ ലഹറത്തിൽ ബിദ്ഉ വസഖത്തൽ ആലിമു ഫഅലൈഹി ലഅനത്തുല്ലാഹ് എന്ന ഹദീസ് പഠിപ്പിക്കുന്നതനുസരിച്ച് ബിദ്അത്ത് പ്രത്യക്ഷപ്പെട്ടാൽ അതിനെതിരെ ശബ്ദിക്കുകയും ജനങ്ങളെ ബോധവൽക്കരിക്കുകയും ചെയ്യണം. അല്ലാതെ മൗനം ദീക്ഷിക്കുന്ന പണ്ഡിതന് അള്ളാഹുവിൻ്റെ ലഅനത്തുണ്ട് എന്ന് ആണല്ലോ ഈ ഹദീസ് പഠിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് പണത്തിനു വേണ്ടിയോ താൽക്കാലിക ആവശ്യങ്ങൾക്ക് വേണ്ടിയോ സത്യം മറച്ചുവെക്കുക എന്ന ഒരവസ്ഥ ഹസൻ മുസ്ലിയാർക്ക് ഉണ്ടായിരുന്നില്ല. സുന്നി സാഹിത്യ തറവാട്ടിലെയും പണ്ഡിത കുടുംബത്തിലെയും കാരണവർ കർമ്മനിരതവും ജ്ഞാനസേവന ബന്ധുരമായ ദശാബ്ദങ്ങളുടെ ചരിത്രം സ്വന്തമായ MA അബ്ദുൽ ഖാദർ മുസ്ലിയാർ. അവരൊക്കെ വളർന്നു വന്നതുപോലെ ഇൽമ് എന്ന് പറയുന്നത് വെറും വായിച്ചു പഠിക്കുകയോ അല്ലെങ്കിൽ മനപ്പാടാക്കുകയോ ചെയ്യുന്നതിന് പകരം അതിൻ്റെ അഗാധതയിലേക്ക് ഇറങ്ങിച്ചെന്ന് പഠിക്കണം. അത് നഷ്ടപ്പെട്ടത് സമുദായത്തിന് പരിഹരിക്കാതെ നഷ്ടമായി തുടർന്നു പോകുന്നു. പരിഹാരം അദ്ദേഹത്തെ പോലെ രാത്രി ഉറക്കൊഴിഞ്ഞിട്ട് പോലും പഠിക്കുന്നത് സംശയം തീർത്ത് അതിനാവശ്യമാകുന്ന ഉപോത്ബലകമായിരിക്കുന്ന ഗ്രന്ഥങ്ങൾ പാരായണം ചെയ്ത് ഒരു വിഷയം എടുത്താൽ ആ വിഷയത്തിൽ മറ്റൊരു സംശയം ഉത്ഭവിക്കാത്ത നിലക്കുള്ള തീരുമാനം ഉണ്ടാക്കിയിട്ടല്ലാതെ അദ്ദേഹം മുന്നോട്ട് നീങ്ങാറില്ല. ആ പാരമ്പര്യം വിദ്യാർത്ഥികൾ നിലനിർത്തണം, എങ്കിലേ ഇൽമ ഇവിടെ നിലനിൽക്കുകയുള്ളൂ. ഇപ്പം ഇൽമ റസ്മ മാത്രമായിരിക്കുന്ന പേര് മാത്രം മുസമ്മ ഇല്ലാത്ത ഒരവസ്ഥയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നു. അതിന് നിവാരണം അദ്ദേഹത്തെ പോലുള്ള മാതൃക
വിദ്യാർത്ഥികളും മുത്തലിമികളും ആലിമികളും സ്വീകരിക്കലും മാത്രമേ ഉള്ളൂ. ആലിമികളും സ്വീകരിക്കണം. ആലിമികൾ പെരിന്തൽമണ്ണ വേള് കഴിഞ്ഞിട്ട് രാവിലെ കാസർഗോഡ് ദർസ് നടത്തി എന്ന് പറഞ്ഞാൽ ഊഹിക്കാൻ കഴിയാത്തതാണ്. ആ നിലക്കുള്ള ത്യാഗം മുദരിസ്യങ്ങളും നിർവഹിക്കണം. അപ്പോൾ വിദ്യാർത്ഥികളും ബോധമുണ്ടാകും. വിദ്യാർത്ഥികളും ആ നിലക്ക് പരിപൂർണമായ നിലക്ക് ഒരു വിദ്യാർത്ഥി എന്നുള്ള നിലക്ക് മറ്റുള്ള ചിന്തകളെല്ലാം വിട്ടുകൊണ്ട് ഇൽമിൽ മാത്രം അഗാധത കരസ്ഥമാക്കാൻ ശ്രമിക്കണം. അതാണ് അദ്ദേഹത്തിൻ്റെ ആശയവും അദ്ദേഹത്തിനോട് സ്നേഹം പ്രകടിപ്പിക്കലുമെന്ന് ആ വിഷയത്തിൽ ഞാൻ അനുസ്മരിക്കുന്നു. ഹസൻ മുസ്ലിയാർ അവറുകളുടെ പ്രത്യേകതയെക്കുറിച്ച് സുന്നി സംഘകുടുംബത്തിലെ ആദരണീയനായ സാരഥി സയ്യിദ് ഫളൽ ശിഹാബ് അൽ ജിഫ്രി. ഹസൻ മുസ്ലിയാരുടെ സ്വഭാവം തന്നെ മൂപ്പരിക്ക് ആത്മാർത്ഥതയോടുകൂടെ പ്രവർത്തനം എല്ലാ കാര്യവും. അദ്ദേഹത്തിൻ്റെ പ്രവർത്തനത്തിലൂടെ ആത്മാർത്ഥനുണ്ട്, ഹിമ്മത്തുണ്ട് കാര്യങ്ങൾക്കൊക്കെ. ഹിമ്മത്ത് എന്ന് പറഞ്ഞാൽ ഒരു സംഗതി പറയാൻ ദീനിയായ കാര്യങ്ങൾ പറയുമ്പോൾ കടും പിടുത്തത്തിൽ തന്നെ പറയും. ഇന്ന കാര്യമാണ് എന്നതാണ് അഹ്ലുസുന്നത്ത് ജമാഅത്തിൻ്റെ അടിസ്ഥാനമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ച കൽപ്പന എന്നാണ്, അള്ളാഹുവിൻ്റെ കൽപ്പന എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ചത്. ആ കൽപ്പന എന്നാണ് സുന്നത്തായി പ്രവർത്തിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ കൽപ്പന. അതുകൊണ്ട് അത് ആ നിലപാട് നിലനിർത്തണം. അതിന് ശക്തിയായിട്ട് അത് കരുത്തോടുകൂടെ പറയുന്ന ഒരു ആലിമ് എന്ന നിലക്ക് ഹസൻ മുസ്ലിയാർ അതിന് സമ്മതിക്കേണ്ട ആളാണ്. ഹസൻ മുസ്ലിയാർ എന്നൊരു രൂപത്തിനൊക്കെ എടുത്താൽ അതിനെ സംബന്ധിച്ച് നദീറ ലഹു, അതിനൊരു ഉദാഹരണം പറയാൻ എൻ്റെ പക്കലില്ലെന്നാണ് എനിക്കുള്ള ഒരു മിതമായ അഭിപ്രായം. ഞാൻ ഇംഗ്ലീഷ് പറയുന്നവനാണെന്ന് പറയും, പക്ഷെ ഐ ഹാവ് സ്റ്റഡീഡ് ഹിം, ദി വണ്ടർഫുൾ മാൻ. I have studied him, the wonderful man. In my opinion, he must be called the savior of Sunnism. സുന്നികളെ സേവിക്കുന്ന ഒരു വലിയ മനുഷ്യനാണ്, ഒരു അത്ഭുതകരമായ മനുഷ്യനായിരുന്നു എന്നൊറ്റ വാക്കിൽ പറയാനേ എനിക്ക് കഴിയുന്നുള്ളൂ. ഒരുപാട് അനുഭവങ്ങളൊക്കെ ഉണ്ട്. അവിടുത്തെ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിൻ്റെ അദില്ലത്തുകൾ, തെളിവുകൾ പ്രതിയോഗികൾക്ക് മുന്നിൽ നിരത്തുന്നതിൽ പ്രത്യേകമായ വല്ല വ്യതിരിക്തതയും അവിടുന്ന് ബോധ്യപ്പെട്ടു. ഒറ്റ വാക്കിൽ പറഞ്ഞല്ലോ ഞാൻ, അദീമുൻ നദീർ. അദീമുൻ നദീർ. ആ വിഷയത്തിൽ പരി അബ്ദുൽ ഖാദർ മുസ്ലിയാർ പോയതിനു ശേഷം പിന്നെ അത് അദീമുൻ നദീറാണ്. പരി അബ്ദുൽ ഖാദർ മുസ്ലിയാരുടെ കാലത്ത് കുറേ പ്രശ്നങ്ങൾക്ക് മാത്രമേ ഉള്ളായിരുന്നു തർക്കം. ഖുർആനും ഹദീസും ഇജ്മായും കൊണ്ട് സംസാരിക്കാമായിരുന്നു. അതിനുശേഷം പി കെ ഹസൻ മുസ്ലിയാരുടെ കാലം എന്ന് പറയുന്നത് ഖുർആൻ അല്ലാതെ മറ്റൊന്നും സ്വീകരിക്കത്തില്ലെന്ന് വാദിക്കുന്ന ഒരു കാലഘട്ടമാണ്. അപ്പോൾ പരി അബ്ദുൽ ഖാദർ മുസ്ലിയാർ പോലുള്ളവർ ജീവിച്ചിരുന്ന കാലത്തുള്ള ഖണ്ഡനത്തെക്കാൾ വളരെ കൂടുതൽ പ്രയാസകരമായിരുന്നു ഹസൻ മുസ്ലിയാരുടെ കാലത്തുള്ള ഖണ്ഡനം. ആ കാലഘട്ടത്തിലാണ് ഞാൻ പറഞ്ഞത് അദീമുൻ നദീറാണ്. പണ്ഡിതർക്കുണ്ടാവേണ്ടുന്ന ധീരതയും സത്യസന്ധതയും ആത്മാർത്ഥവും അതോടുകൂടെ ത്യാഗസന്നദ്ധതയും വിനയവും, ധാരാളം ഇത്തരം സൽഗുണങ്ങൾ ഒത്തിണങ്ങിയതായിരിക്കുന്ന ഒരു പ്രതിഭ കേരള ചരിത്രത്തിൽ സമകാല പണ്ഡിതന്മാർക്കിടയിൽ വളരെ ചുരുക്കമായി മാത്രമേ നമുക്ക് കാണാൻ കഴിയൂ. താൻ വിശ്വസിക്കുന്ന കാര്യങ്ങൾ അത് ഉറക്കെ പറയാനുള്ളതായിരിക്കുന്ന തൻ്റെ ഇടവും ധൈര്യവും എടുത്തു പറയത്തക്ക അദ്ദേഹത്തിൻ്റെ പ്രത്യേകതകളിൽ ചിലതാണ്. ലാ യഖാഫു ഫില്ലാഹി ലൗമത ലായിമിൻ. കാര്യങ്ങൾ പറയുമ്പോൾ വിമർശകർ എന്ത് വിചാരിക്കും, എന്തു ചിന്തിക്കും എന്നതിനെക്കുറിച്ച് അദ്ദേഹം ഭയപ്പെടാറുണ്ടായിരുന്നില്ല. അത് മുൻഗാമികളായതായിരിക്കുന്ന പണ്ഡിത ശ്രേഷ്ഠരുടെ പ്രത്യേകതയായി ഇസ്ലാം പഠിപ്പിച്ച സൽഗുണമാണ്. കുറേ സന്ദർഭങ്ങളിൽ അദ്ദേഹത്തിൻ്റെ ഖാദിമായി കൂടെ നടക്കാൻ കഴിഞ്ഞതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയ ഏറ്റവും നല്ല ഗുണമാണ്. മറ്റൊന്ന് അദ്ദേഹത്തിൻ്റെ വിനയം. പണ്ഡിത ശ്രേഷ്ഠരിൽ അത്യുന്നതവും വളരെ ഉയരത്തിൽ
ഉള്ള വ്യക്തിയാണെങ്കിലും വിദ്യാർത്ഥികളായിരുന്ന ഞങ്ങളോട് പോലും സാധാരണക്കാരെ പോലെ അല്ലെങ്കിൽ സ്നേഹിതനെ പോലെ അദ്ദേഹം പെരുമാറാൻ മടി കാണിച്ചിരുന്നില്ല എന്നത് അദ്ദേഹത്തിൻ്റെ ലാളിത്യത്തെ എടുത്തു കാണിക്കുന്ന സംഭവങ്ങളിൽ ചിലതാണ്. മർഹൂം കെ സദക്കത്തുള്ള മുസ്ലിയാർ വണ്ടൂർ അവർകൾ ഹസൻ മുസ്ലിയാരെക്കുറിച്ച് പറഞ്ഞത് ശിഷ്യൻ സമദ് മൗലവി ഉദ്ധരിക്കുന്നു. സൗദി അറേബ്യയിൽ വെച്ച് ഷെയ്ഖുനോട് പറഞ്ഞത് ഹസൻ മുസ്ലിയാർ ഒരു മുഖ്ലിസായ മനുഷ്യനാണ്, അദ്ദേഹത്തിൻ്റെ മനസ്സിലുള്ളത് അദ്ദേഹം പറയും, സത്യമാണെന്ന് തോന്നുന്നത് ആരുടെ മുമ്പിലും പറയും, അതിന് വളച്ചുകെട്ടില്ല, പൂഴ്ത്തിവെപ്പില്ല എന്ന് ഷെയ്ഖുന വളരെ മദ്ഹായിട്ട് ഹസൻ മുസ്ലിയാരെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. 1950കളുടെ മധ്യത്തിലാണ് ഉപരിപഠനാർത്ഥം ബാക്കിയാത്തിലേക്ക് പോകുന്നത്. വിദ്യാർത്ഥി ജീവിതത്തിന്റെ ഔപചാരിക രീതിക്ക് താൽക്കാലികമായി അന്ത്യം കുറിക്കുന്നതാണ് സനദ് സമ്പാദിക്കൽ. ബാക്കിയാത്തിലേക്ക് പോകുന്ന സമയത്ത് പിതാവ് നൽകിയ ഉപദേശം സഹപാഠിയും ശിഷ്യനും സഹോദരനുമായ അബ്ദുല്ല മുസ്ലിയാർ ഓർക്കുന്നുണ്ട്. ഹസനെ ഈ ഇപ്പം അങ്ങോട്ടാ പോകണമെന്ന് മനസ്സിലാക്കിയിട്ട് ഇറങ്ങിക്കോ. അപ്പോൾ ഈ ഇപ്പോൾ അവിടെ പോയി വന്നാൽ ഒരു ദീനി സേവകനായിട്ട് അല്ലെങ്കിൽ ദീനിയായ നിലക്ക് ഒരു ഫത്വ കൊടുക്കാനോ അതുപോലത്തെ കാര്യങ്ങൾ നിയന്ത്രിക്കാനുള്ള ഒരു പക്വതയും പാകതയും വരുന്ന ഒരവസ്ഥയിലേക്കാണ് ഈ പോണത്. അപ്പം അവിടെ പോയിട്ട് കണ്ട അതും ഇതും നോക്കി അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു നോക്കാനും മറ്റും നിൽക്കരുത്, ശരിക്കും കിതാബ് തഹക്കീഖാക്കിയിട്ട് വന്നോളാണ്ട് എന്ന് മുമ്പ് ഒന്നും പറഞ്ഞിട്ട് ഈ ഉപദേശം ഹസൻ മുസ്ലിയാരുടെ ജീവിതത്തിന് കൂടുതൽ കർമ്മചൈതന്യം നൽകുകയുണ്ടായി. ബാക്കിയാത്തിൽ നിന്ന് വന്നതിനു ശേഷം ആദ്യമായി ദർസ് നടത്തിയത് കോഴിക്കോട് ജില്ലയിലെ ഇയ്യാട് എന്ന പ്രദേശത്തായിരുന്നു. അവിടം മുതൽ 12 വർഷക്കാലം ശൈഖുനായുടെ ശിഷ്യത്വം സ്വീകരിക്കാൻ ഭാഗ്യം സിദ്ധിച്ച മർക്കസ് മുദരിസ് കെ അഹമ്മദ് കുട്ടി മുസ്ലിയാർ കട്ടിപ്പാറ ആ സ്ഥലങ്ങൾ എണ്ണിപ്പറയുന്നു. വന്യരായ ഉസ്താദിന്റെ കൂടെ ഇയ്യാട് 1 കൊല്ലം, തൃപ്പനച്ചി പാലക്കാട് 1 കൊല്ലം, ഉരുളിക്കുന്ന് 2 കൊല്ലം, പുത്തൂപ്പാടത്ത് ഒരു 7 കൊല്ലം, ആക്കോട് 1 കൊല്ലം, ഇരുമ്പ് ജോലക്കൽ 1 കൊല്ലം, ഏതാണ്ട് ഒരു 12 കൊല്ലത്തോളം ഉസ്താദിൻ്റെ കീഴിൽ ഞാനൊരു മുത്താലിമായി ജീവിച്ചിട്ടുണ്ട്. ഉസ്താദ് ദർസ് നടത്തിയ സ്ഥലങ്ങളിലൂടെ സഞ്ചരിച്ച് അവിടമുറങ്ങുന്ന ചരിത്രങ്ങൾ കുറെ ശേഖരിക്കാനായെങ്കിലും എല്ലാം വിവരിക്കാനാകുന്നില്ല. ഇത് മാലിക് ദീനാർ മസ്ജിദ്, കേരളത്തിലെ ഇസ്ലാം പൈതൃകത്തിന്റെ ഈറ്റില്ലങ്ങളിലൊന്ന്. ശൈഖൂന കെ ഹസൻ മുസ്ലിയാർ അവസാനമായി ദർസ് നടത്തിയത് ദീനാരിയ സ്ഥാപനങ്ങളിലാണ്. കാസർഗോഡ് കാലിയായതു മുതലാണിത്. പാലക്കാട് ജന്നത്തുൽ ഉലൂമിൽ 12 വർഷവും ജീവിതാന്ത്യം വരെ കാസർഗോഡ് കാലിയും മുദരിസുമായും സേവനമനുഷ്ഠിച്ചു. 3 ദശാബ്ദക്കാലത്തോളമുള്ള ദർസ് കാലയളവിൽ പ്രമുഖരും പ്രഗത്ഭരുമായ ധാരാളം പണ്ഡിതരെ കൈരളിക്ക് സമർപ്പിക്കുന്നതിന് ശൈഖുനായുടെ ദർസ് കാരണമായി. ബഹുമാന്യരായ സയ്യിദ് അലി ബാഫക്കി തങ്ങൾ തളിപ്പറമ്പിൽ ശംസുൽ ഉലമായുടെ ദർസിലെ വിദ്യാർത്ഥിയായിരുന്നു. അന്ന് അവിടെ സീനിയർ വിദ്യാർത്ഥിയായിരുന്ന ഹസൻ മുസ്ലിയാർ തങ്ങൾക്കും അനുജൻ അബ്ദുല്ല മുസ്ലിയാർക്കും ദർസ് നടത്തിയിട്ടുണ്ടായിരുന്നു. കെ അബ്ദുറഹിമാൻ മുസ്ലിയാർ, മാരായമംഗലം അബ്ദുറഹിമാൻ ഫൈസി, കട്ടിപ്പാറ കെ അഹമ്മദ് കുട്ടി മുസ്ലിയാർ, മമ്പുറം PPA കുട്ടി ദാരിമി, എടക്കര VM ബാപ്പൂട്ടി ദാരിമി, മുസ്തഫ ദാരിമി, എടയൂർ PSK ദാരിമി, ഇസ്മായിൽ ദാരിമി, പൂനൂർ അബ്ദുല്ലക്കോയ ദാരിമി, തൃശൂർ PK ബാവ ദാരിമി, എറണാകുളം അലിക്കുഞ്ഞ് ദാരിമി, കാസർഗോഡ് അബ്ദുല്ലക്കുഞ്ഞി ഫൈസി, PC അബ്ദുല്ല മുസ്ലിയാർ, മൂത്തേടം അബ്ദുറഹിമാൻ ദാരിമി തുടങ്ങി കേരളത്തിലെ സുന്നി പ്രവർത്തന പ്രഭാഷണ രംഗങ്ങളിൽ നിറസാന്നിധ്യങ്ങളായ യുവ പണ്ഡിതർ ശൈഖുനായുടെ ശിഷ്യഗണങ്ങളിൽപ്പെട്ടവരാണ്. ഗുരുനാഥൻ എന്നതിലുപരി സ്നേഹനിധിയായി പിതാവിനെപ്പോലെയും കൂട്ടുകാരനെപ്പോലെയുമായിരുന്നു ശിഷ്യന്മാർക്ക് ശൈഖുന. കണിശവും കർക്കശവുമായ നിലപാടുകൾക്കിടയിലും അപാരമായ സ്നേഹം ചുരത്തിയ ശൈഖുനായെക്കുറിച്ച് ശിഷ്യന്മാർക്ക് ഏറെ പറയാനുണ്ട്.
ദർസ് മുടങ്ങാതിരിക്കാൻ കാണിച്ച ജാഗ്രതയും അതിനുവേണ്ടി വരിച്ച ത്യാഗവും വളരെ വലുതായിരുന്നു. തുടക്കം മുതൽ നന്ദി ദാറുസലാമിലേക്ക് ഉപരിപഠനത്തിന് പോകും വരെ ഉസ്താദിന്റെ ശിഷ്യത്വ സൗഭാഗ്യം സിദ്ധിച്ച സൈതാലിക്കുട്ടി ദാരിമിയുടെ വിവരണത്തിൽ നിന്ന്: കേരളത്തിന്റെ നാനാഭാഗത്തും വിധേയ പ്രസ്ഥാനങ്ങളുള്ള പടയോട്ടത്തിനിടയിൽ ഉറക്കവും അതുപോലെ ക്ഷീണവുമെല്ലാം ഉണ്ടെങ്കിലും വിശ്രമം എന്തെന്നറിയാതെ ഏത് പാതിരാ സമയത്ത് വയലു കഴിഞ്ഞ് വാഹന സൗകര്യങ്ങൾ പരിമിതമായിരുന്ന ആ കാലഘട്ടത്തിൽ പോലും പത്രക്കെട്ടുകൾ കൊണ്ടുവരുന്ന ലോറിയിലോ വാനിലൊക്കെ കയറി വന്ന് കോളേജിൻ്റെ മുകളിലേക്ക് കയറുമ്പോൾ ബൈലാവി കൊണ്ടുവാ അല്ലെങ്കിൽ ജംഅ കൊണ്ടുവാ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഉസ്താദ് രാവിലെ അങ്ങോട്ട് കയറിയിരുന്നത്. ദർസ് മുടങ്ങാതിരിക്കുന്നതിന് ശൈഖുന കാണിച്ച ശുഷ്കാന്തി ത്യാഗപൂർണമായിരുന്നു. മീഞ്ചന്തയിൽ നിന്ന് 4 രാത്രികളിൽ പുത്തൂപ്പാടം വരെ നടന്ന സംഭവം ത്യാഗപൂർണവും അതോടൊപ്പം സരസവുമായിരുന്നെന്ന് MK ഹസൻ മുസ്ലിയാർ ഓർക്കുന്നു. ശിഷ്യവത്സലനായ ഗുരുവിന്റെ ജീവിതത്തിലെ ചില ഏടുകൾ അയവിറക്കുമ്പോൾ അദ്ദേഹം വിതുമ്പുകയാണ്. മീഞ്ചന്തയിൽ 4 ദിവസം വയലിന് അവരുമായിട്ടുള്ള ഖണ്ഡന പ്രസംഗത്തിൽ ഈ 4 ദിവസവും ഞാനും ബഹുവന്യരായ ഉസ്താദും അവിടുന്ന് പുത്തുപാടം മല്ലാക്കിയായിരിക്കുന്ന മഹമുട്ടി മല്ലാക്ക എന്നാളും ഉസ്താദിൻ്റെ ഒരു പട്ടാളക്കാരൻ എന്ന് പറഞ്ഞ ഒരു സെയ്ദ് ഉണ്ടായിരുന്നു. ഞങ്ങൾ 4 പേരും പാടെ അവിടെ നിന്ന് നടന്നായിരുന്നു പോരുന്നത്. ചിലപ്പം ഞങ്ങളോട് കൂടെ രസം പറഞ്ഞുകൊണ്ട് ആ സന്ദർഭത്തിൽ നമ്മൾ ഇവിടെ നിന്ന് ഓടിയിട്ട് ഫറൂഖ് പാലം ആദ്യം കടക്കുന്നവർക്ക് ബേക്കിൽ വരുന്നവർ ചായയും പൊറാട്ടയും രാമനാട്ടിൽ നിന്ന് വാങ്ങിത്തരിക എന്നുള്ള കരാറിലാണ്. അന്ന് ഞാൻ നല്ല യുവാവാണ്. ഓടിയിട്ട് എവിടുന്നാണ് ചെറുവണ്ണൂരിൽ നിന്നാണ് ഓടുന്നത്. ഫറൂഖ് പാലം ഞാൻ ആദ്യം കടന്ന് അതിൻ്റെ ശേഷം സെയ്തും കടന്ന് ഞങ്ങൾ കുഴക്കാറ്റി അങ്ങനെ കുത്തിരുന്നപ്പോണ്ട് ഉസ്താദ് കിതച്ചിങ്ങനെ വരുന്നു. ഏതായാലും അവിടുന്ന് രാമനാട്ടിൽ വന്ന് ഇറച്ചും പൊറാട്ടിയും ഒക്കെ വാങ്ങിത്തന്നു. മുസ്ലിയാരെ സംബന്ധിച്ചിടത്തോളം കാലസ്ഥാനവുമായി വന്നപ്പോൾ താൻ ഷർത്ത് വെച്ചു വരാം, പക്ഷേ ദർസ് വേണം. കാസർഗോഡിനെ സംബന്ധിച്ചിടത്തോളം അവിടെയുള്ള ഖാദിമാർ അല്ലെങ്കിൽ ഖാദിമാരുടെ നേതൃത്വത്തിൽ ദർസ് എന്നത് അത്രത്തോളം അതുവരെ ഉണ്ടായിരുന്നില്ല. അത്രയും ഒരു കണിശത കാര്യത്തിൽ ഉണ്ടായിരുന്നു. പക്ഷേ ദർസി ജീവിതം മാത്രം അല്ലെങ്കിൽ ദർസ് കൊണ്ട് മാത്രമേ സുന്നത്ത് ജമാഅത്തിന്റെ തനതായ രൂപം ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കാൻ കഴിവുള്ള ആലിമീങ്ങളെ വാർത്തെടുക്കാൻ കഴിയുകയുള്ളൂ എന്ന് ഉറച്ച് വിശ്വസിച്ചിരുന്ന ഉസ്താദ് ദർസിന്റെ കാര്യം കണിശമായി അവരോട് പറഞ്ഞു. ദർസ് 60 65 അല്ലെങ്കിൽ അതിലധികമോ വരുന്ന മുതഅല്ലിമീങ്ങൾക്ക് ഭക്ഷണവും മറ്റും കൊടുത്തുകൊണ്ടുള്ള ദർസ് നിങ്ങൾ ഏൽക്കുമെങ്കിൽ ഖാദിസ്ഥാനം ഞാൻ ഏൽക്കാം എന്ന്. അങ്ങനെ ഉസ്താദ് പറഞ്ഞ ഷർത്ത് അവർ സ്വീകരിച്ചതിനെ തുടർന്ന് അവിടുത്തെ ഖാദിസ്ഥാനമേറ്റു. പിന്നെ അവിടെ വെച്ചുകൊണ്ട് അവിടെ ഖാദിയായിരിക്കെയാണ് 982 അദ്ദേഹത്തിന്റെ വഫാത്ത് നടന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് മഗ്ഫിറത്തും മർഹമത്തും നൽകുമാറാവട്ടെ. തന്റെ ശിഷ്യന്മാരെല്ലാം ഉന്നതരും യോഗ്യരുമാവണമെന്ന ഉത്കടമായ ആഗ്രഹത്തിൽ പ്രചോദിതമായ ആത്മാർത്ഥമായ സമീപന രീതികളും ത്യാഗകഥകളും ഏറെയാണ്. ഏതെങ്കിലും ഒരു ശിഷ്യന് ഒരു ദിവസത്തെ ക്ലാസ് നഷ്ടപ്പെട്ടാൽ അത് തന്നിൽ നിന്ന് തന്നെ ശിഷ്യൻ കേട്ടിരിക്കണമെന്ന നിർബന്ധമായിരുന്നു ശൈഖുനായ്ക്ക്. ബാപ്പുട്ടി ദാരിമി, മാരായമംഗലം അബ്ദുറഹിമാൻ ഫൈസി എന്നിവർ അത്തരം രംഗങ്ങൾ പങ്കുവയ്ക്കുകയുണ്ടായി. ഉസ്താദിൽ നിന്നും പിരിയാൻ മനസ്സില്ലാത്ത ശിഷ്യന്മാരായിരുന്നു ശൈഖുനായുടേത്. ബാപ്പുട്ടി ദാരിമി വിവരിക്കുന്നത് കേൾക്കുക. ഞാൻ പാലക്കാട് ജന്നത്തുലുലൂമിൽ ചേരാൻ വരുമ്പോൾ 7ാം ക്ലാസ്സിൽ ചേർക്കാൻ എന്നെ ഉസ്താദ് നിർബന്ധിച്ചു. ഞാൻ പറഞ്ഞു 7ൽ ചേരില്ല, നീ 7ൽ തന്നെ ചേരണമെന്ന് ഒരുപാട് പറഞ്ഞു. സെലക്ഷൻ പരീക്ഷയൊക്കെ കഴിഞ്ഞിട്ട് നീ 7ൽ തന്നെ ചേരണം. ഞാൻ പറഞ്ഞു എനിക്ക് 6ാം ക്ലാസ് മതി. അവസാനം ഞാൻ പറഞ്ഞു ഉസ്താദെ 7ൽ ചേർന്നാൽ 1 കൊല്ലം കൊണ്ട് ഇവിടുത്തെ ക്ലാസ് കഴിഞ്ഞില്ലേ, ഞാൻ അടുത്ത കൊല്ലം പോവണ്ടേ, നിങ്ങളെ കൂടെ എനിക്കൊരു കൊല്ലം നിന്നാൽ പോരാ, എനിക്ക് കൂടുതൽ ഉസ്താദിൻ്റെ കൂടെ നിൽക്കണം, അതിനുവേണ്ടി ഞാൻ 7ൽ ചേരില്ല എന്ന് പറയുമ്പോൾ ആ കാഴ്ചപ്പാടിനെ ഉസ്താദ് സന്തോഷപൂർവ്വം കണ്ടിട്ടാണ് എന്നെ 6ാം ക്ലാസ്സിൽ ചേർക്കുന്നത്. ശൈഖുനായുടെ ശിഷ്യത്വ സൗഭാഗ്യം ഒരു നിധി പോലെ കരുതുന്ന ബഹുമാനപ്പെട്ട PC അബ്ദുള്ള മുസ്ലിയാർ 3 ദശാബ്ദത്തിലധികമായി സെന്റർ പൊയിലൂരിൽ സേവനമനുഷ്ഠിച്ചു വരുന്നു. ഉസ്താദിന്റെ മരണാനന്തര പരിചരണത്തെക്കുറിച്ച് അദ്ദേഹം അനുസ്മരിക്കുന്നു. നിക്കാഹ് സംബന്ധമായി തലാഖ് സംബന്ധമായ ഒരു തർക്കം ഇവിടെ വന്നു. ഇതിൻ്റെ അടുത്ത മഹലിലുള്ള പാറക്കടവ്,
അപ്പോൾ ഇവിടുത്തെ മത്തത്ത് അബ്ദുള്ള മൗലവിയും അന്ന് വേറെ 1-2 ആളെൻ്റെ കൂടെ തലാഖിനെ സംബന്ധിച്ചുള്ളതായിരിക്കുന്ന തലാഖ് പോകൂല എന്ന് പറഞ്ഞുകൊണ്ടിട്ട് ഒരു ഫത്വ എഴുതി കൊണ്ടുവന്നു. അപ്പോൾ ഞാനത് നോക്കിയിട്ട് മുമ്പ് തലാഖ് പോകും എന്ന് പറഞ്ഞതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇതിനെ സംബന്ധിച്ച് ഏതെങ്കിലും ഒരു പണ്ഡിതനെ സമീപിച്ചിട്ട് നിങ്ങൾ പോകില്ല എന്നാണെങ്കിൽ എനിക്ക് വിരോധമല്ല. അന്ന് രാത്രിയിൽ ഞാൻ കിടന്നുറങ്ങിയപ്പോൾ 1 മണിക്ക് ഷെയ്ഖുനാനെ സ്വപ്നം കണ്ടു. നല്ല ഭംഗിയിലും വെള്ള വസ്ത്രം ധരിച്ച് ഒരു കസാല ഇട്ടിട്ട് എൻ്റെ അടുത്ത് വന്നിരുന്നു. അപ്പോൾ വന്നിരുന്നപ്പോൾ ഞാൻ ഷെയ്ഖുനാനോട് ചോദിച്ചു, ഇങ്ങനെ തലാഖിൻ്റെ ഒരു വിഷയമുണ്ട്, അതിൻ്റെ മസ്അല എങ്ങനെയാണ്, തലാഖ് പോവോ പോലെ എന്ന് ചോദിച്ചു. ആ സമയത്ത് ഷെയ്ഖുന പറഞ്ഞ് ഇആനത്തു താലിബീൻ എടുത്തു നോക്ക് എന്ന് പറഞ്ഞു. അങ്ങനെ ഞാനും ബാപ്പിയും കൂടി എന്ത് ചെയ്തു, ഈ മസ്അല ഇആനത്തു താലിബീൻ എടുത്തു നോക്കിയപ്പോൾ തലാഖ് പോകും എന്നതാണ് അതിൽ നിന്ന് ഞങ്ങൾക്ക് രണ്ടാക്കും മനസ്സിലായിരിക്കുന്നത്. അതുപോലെ വേറെ സംഭവത്തിൽ ഒരു സംശയം വന്നപ്പോൾ അത് ഫതുഹുൽ ബാരി എടുത്തു നോക്ക് എന്ന് പറഞ്ഞു. ഇങ്ങനെ പല സന്ദർഭങ്ങളിലും നമുക്ക് ആവശ്യമായ വിഷയത്തെ സംബന്ധിച്ച് ഷെയ്ഖുന ആ കാര്യങ്ങൾ സ്വപ്നത്തിൽ കാണാറുണ്ട്. വഹാബികളുടെ നേതാക്കന്മാരുടെ നാടായ കടവത്തൂരിൽ ശൈഖുന നടത്തിയ ധീരമായ പ്രഭാഷണത്തെക്കുറിച്ച് എം അബ്ദുള്ള മൗലവി ഓർക്കുകയുണ്ടായി. പൊയിലൂരുമായി ശൈഖുനായുടെ ബന്ധവും ശൈഖുനായുടെ സാന്നിധ്യവും നേതൃത്വവും തങ്ങൾക്കേകിയ ദീനീ ചൈതന്യവും പ്രദേശത്തുകാരായ ടി.പി. അബൂബക്കർ ഹാജിയും എം.എസ്.എ. മൗലവിയും അനുസ്മരിച്ചു. ഈ വീട് ശൈഖുനായുടെ ഓർമ്മകൾ താലോലിക്കുന്ന വീടാണ്. ടി.പി. അബൂബക്കർ ഹാജിയുടെ വീടാണിത്. അദ്ദേഹത്തിന്റെ ഭാര്യ ആമിന ഹജ്ജുമ്മ ഹസൻ ഉസ്താദിനെ സ്നേഹിക്കുന്ന മഹതിയാണ്. വർഷം തോറും ഉസ്താദിന്റെ ആണ്ട് മുടങ്ങാതെ ഇവിടെ കഴിച്ചുവരുന്നു. ഇതുപോലെ ആ മഹാഗുരുവിനെ ഓർക്കുന്ന പണ്ഡിത സ്നേഹികൾ എത്രയാണ്! ശിഷ്യഗണങ്ങളിൽ മാത്രമല്ല അനുയായികളിലും ശൈഖുനായുടെ സാന്നിധ്യം അപാരമാണ്. അറിവ് പകരുക എന്നത് ഒരു പണ്ഡിതനെ സംബന്ധിച്ച് സുപ്രധാന കർമ്മമേഖലയാണ്. ആ രംഗത്ത് ശൈഖുന ഹസൻ മുസ്ലിയാർ പൂർണ്ണ ഭാഗ്യവാനായിരുന്നു. അറിവിനനുസരിച്ച് ജീവിതം ക്രമീകരിക്കുക എന്നത് വിദ്യയോടുള്ള പ്രതിബദ്ധതയുടെ അടിസ്ഥാന ഭാവമാണ്. ഇൽമിനനുസൃതമായ ഇബാദത്തിലും ശൈഖുന കണിശത പുലർത്തിയിരുന്നു. ചെയ്യുന്ന കർമ്മങ്ങൾ അതിന്റെ പൂർണ്ണാർത്ഥത്തിൽ തന്നെ ചെയ്തു തീർക്കണമെന്ന നിർബന്ധബുദ്ധി കാണിച്ചിരുന്നു. സുന്നത്തായ കർമ്മങ്ങൾ നഷ്ടപ്പെടാതിരിക്കുന്നതിനും അത് നേർച്ചയാക്കി നിർവഹിക്കുകയായിരുന്നു. നേർച്ചയാക്കി നിർബന്ധമായി കഴിഞ്ഞാൽ പിന്നെ അത് നിർവഹിക്കാതിരിക്കില്ലല്ലോ. ഉപ്പയുടെ ഇബാദത്തിന്റെ കണിശതയെക്കുറിച്ച് പുത്രൻ മുഹമ്മദ് കോയ സഖാഫി അനുഭവത്തിൽ നിന്നും എടുത്തുദ്ധരിക്കുന്നു. ദുന്യവിയാകുന്ന ആവശ്യങ്ങൾക്ക് വേണ്ടി ആദർശത്തിൽ ഇളവ് ചെയ്യുന്ന സ്വഭാവക്കാരനായിരുന്നില്ല പിതാവ്. പക്ഷേ അതിലുപരി ആരാധനപരമാകുന്ന വിഷയങ്ങളിലും 100% ഉപ്പ കണിശ സ്വഭാവം പുലർത്തിയിരുന്ന ആളായിരുന്നു. ഫർള് നിസ്കാരങ്ങൾ, അതുപോലെ തന്നെ അതിൻ്റെ സുന്നത്ത് റവാത്തിബ് സുന്നത്തുകൾ, ലുഹ, തഹജ്ജുദ് പോലുള്ള സുന്നത്ത് നിസ്കാരങ്ങൾ കൃത്യമായി ചെയ്യുന്ന ഒരു സ്വഭാവക്കാരനായിരുന്നു. അനുഗ്രഹീത പ്രഭാഷകനും പ്രസിദ്ധ പണ്ഡിതനുമായ വയലിത്തറ മുഹമ്മദ് കുഞ്ഞി മൗലവി ശൈഖുനായുമായി വളരെ ഭക്തിനിർഭരമായ സ്നേഹബന്ധം നിലനിർത്തിയ പ്രമുഖനാണ്. അതിന്റെ കാരണത്തെക്കുറിച്ച് അദ്ദേഹം പറയുന്നു. ആ മനുഷ്യന്റെ ഖുലാസും അദ്ദേഹത്തിന്റെ ഇൽമു എന്ന് പറയുന്നത് അൽഇൽമു അസാസുൽ അഅമാലി വഇമാമുഹ വമുസഹിഹുഹ ഫകമാ അന്നഹു ലാ ഫായിദത ലിൽഇൽമി വലാ അമലി, അതല്ലേ തത്വം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇൽമുണ്ടായിട്ടൊരു കാര്യമൊന്നുമില്ല. ആ ഇൽമ എന്താ പറഞ്ഞു അതനുസരിച്ച് അമൽ ചെയ്യുന്ന മുഖ്ലിസായ ഒരു മനുഷ്യൻ, സെൽഫ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്ന സ്വന്തം താല്പര്യത്തെ ചിന്തിക്കാത്തൊരു മനുഷ്യൻ. ഇങ്ങനെയുള്ള കാര്യങ്ങളിലാണ് ഞാൻ മൂപ്പരോട് അത്രയും ബഹുമാനം എനിക്ക് തോന്നിയത്. നാട്ടിൽ വരുന്ന സന്ദർഭങ്ങളിൽ പറമ്പിൽ മക്ബറയിൽ അന്തിയുറങ്ങുന്ന ഷഹീദ് തങ്ങളെയും മാതാപിതാക്കളെയും സിയാറത്ത് ചെയ്യുക പതിവാണ്. പക്ഷേ സിയാറത്തിന്റെ ആദാബുകളൊക്കെ പരിഗണിക്കാൻ കഴിയുമെങ്കിൽ മാത്രമാണ് സിയാറത്ത് ചെയ്യാറുള്ളതെന്ന് സഹോദരപുത്രൻ ഹുസൈൻ മുസ്ലിയാർ ഓർക്കുന്നു. ഉമ്മനെയും ബാപ്പനെ പറമ്പ് പള്ളിയിലെ ഷഹീദ് തങ്ങളെയും സിയാറത്ത് ചെയ്യുന്നതിന് അണാപ്പക്ക് പ്രത്യേകം ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. ഇത്തിരി തിരക്കിൻ്റെ ഇടക്ക് യാസീനും അതിനോട് ബന്ധപ്പെട്ട സൂറത്തുകളും
ഓതാൻ സമയം ഇല്ലാത്തൊരവസരമാണെങ്കിൽ സിയാറത്തിന് പോവുകയില്ല. സമയം യാസീനും അതിനോട് ബന്ധപ്പെട്ട സൂറത്തുകളും ഒക്കെ ദുആ ചെയ്യാനും സമയം നല്ലോണം ഉള്ള സമയത്ത് മാത്രമേ ആ അദബിനെ മാനിച്ചും കൊണ്ട് സിയാറത്തിന് പോകാറുണ്ടായിരുള്ളൂ. ബിദഅത്തുകൾ പ്രത്യക്ഷപ്പെട്ടാൽ പണ്ഡിതൻ അടങ്ങിയിരുന്നുകൂടാ. അത് ശാപഹേതുകമാണ്. യഥാർത്ഥ വിജ്ഞാനത്തിന്റെ ചൈതന്യം സ്വീകരിക്കാനായ ഒരാൾക്ക് ബിദഅത്തുമായി സന്ധിയാവാനാകില്ല. ബിദഈ പ്രവണതകൾ നിലനിൽക്കുന്ന സാഹചര്യത്തോട് രാജിയാവാനും സാധിക്കില്ല. അങ്ങനെ സുന്നത്ത് ജമാഅത്തിനെതിരായ കക്ഷികൾ അവരുടെ ചരക്ക് ചെലവാക്കാൻ ഉദ്ദേശിക്കുന്നു എന്ന് കണ്ടാൽ അവിടെ ഓടിയെത്തി അതിനെ തടയാനുള്ള എല്ലാ ഉത്സാഹങ്ങളും കഴിവുകളും കാണിച്ചിരുന്നു എന്നതാണ് ഇതിൽ പ്രധാനമായി ഉള്ളത്. ബിദഅത്തുകാരുടെ അരങ്ങേറ്റത്തെക്കുറിച്ച് അറിയുകയേ വേണ്ടൂ. ഹസൻ മുസ്ലിയാർ അവിടെ ഓടിയെത്തും. വഹാബികൾ നടുക്കത്തോടെ മാത്രമോർക്കുന്ന സംഭവമാണ് വെള്ളിയഞ്ചേരിയിലുണ്ടായത്. ശൈഖുന കാന്തപുരം ഉസ്താദിന്റെ പ്രഭാഷണം കലക്കാൻ രംഗത്തെത്തിയ മൗലവിമാരെ രക്ഷപ്പെടാൻ അനുവദിക്കാതെ ഒരു ദിവസം മുഴുവൻ കുരുക്കിയിട്ട് വിയർപ്പിച്ച രംഗമായിരുന്നു അത്. സംഭവം കേട്ടറിഞ്ഞ ശൈഖുന ഇ.കെ. ഹസൻ മുസ്ലിയാർ അവിടെ ഓടിയെത്തിയ രംഗം ശൈഖാന്തപുരം ഉസ്താദ് അനുസ്മരിക്കുന്നു. അതിൽ മുസ്ലിയാരുടെ മഹത്വം കണ്ടത് ഇങ്ങനെയൊരു സംഭവം നടക്കുന്നു എന്ന് കേട്ടപ്പോൾ ഞങ്ങൾക്ക് എവിടുന്നും വിളിച്ചിട്ടിട്ടില്ല. പക്ഷേ മൂപ്പരെവിടുന്നോ കേട്ട് ആ കേട്ടതനുസരിച്ച് ഓടിയെത്തുകയാണ്. അക്കാലത്താണെങ്കിൽ കാറോ ഒന്നുമില്ല, ഒക്കെ ബസ്സിന് കയറി തന്നെ വരണമല്ലോ. അങ്ങനെ ബസ്സിൽ കയറി 2, 3, 4 ബസ്സിൽ കയറി മറിഞ്ഞ് അവസാനം അവിടെ ഓടിയെത്തി. ഖണ്ഡന പ്രഭാഷണ രംഗത്ത് ധീരമായ പല നിലപാടുകളുമായി കേരളത്തിലെ സുന്നി വിശ്വാസികളെ തൊട്ടുണർത്തിയതിൽ ശൈഖുനായുടെ പങ്ക് എന്ത്, എങ്ങനെ എന്ന് അന്വേഷണ കൗതുകത്തിന്റെ ആൾരൂപമായ ശൈഖുന പൊന്മള അബ്ദുൽ ഖാദിർ മുസ്ലിയാർ അനുസ്മരിക്കുന്നു. ബഹുമാനപ്പെട്ട മർഹൂം ഇ.കെ. ഹസൻ മുസ്ലിയാർ നവ്വറല്ലാഹു മർഖദഹ് വനഫഅനാ ബിഹി ആമീൻ മഹാൻ അവറുകളെ സംബന്ധിച്ച് പറയുമ്പോൾ ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ച് പറഞ്ഞ ഒരു വാക്കാണ് ഓർമ്മയിൽ വരുന്നത്. ഹദീസ് പണ്ഡിതന്മാർ ഉറങ്ങിക്കിടക്കുകയായിരുന്നു. ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു ആണ് അവരെ ഉണർത്തിയത് എന്ന് പറയും പോലെ സമൂഹത്തിലെ ഏറ്റവും മഹാഭൂരിപക്ഷം വരുന്ന സുന്നികൾ ഒരു സമയത്ത് ഉറക്കത്തിലായിരുന്നു. ആ ഉറക്കിൽ നിന്ന് അവരെ തട്ടി ഉണർത്തി അവർക്ക് ഇന്ന് കാണുന്ന ആവേശവും ഉന്മേഷവും ഉണ്ടാക്കിക്കൊടുത്തത് പ്രധാനമായും ബഹുമാനപ്പെട്ട ഹസൻ മുസ്ലിയാർ അവറുകളാണ് എന്നതിൽ യാതൊരു സംശയവുമില്ല. ഓരോ ചോദ്യങ്ങൾ വരുമ്പോൾ ആ ചോദ്യങ്ങൾക്ക് അവർ കൊടുക്കുന്ന മറുപടി പിന്നെ അതിൻ്റെ അപ്പുറം രണ്ടാമതും ചോദിക്കാൻ വഴിയില്ലാത്ത വിധമുള്ള മറുപടിയായിരിക്കും. കുത്തുബ പരിഭാഷയുമായി ബന്ധപ്പെട്ട ഒരു കേസിൽ കോടതിയിൽ ഹാജരായ മുജാഹിദ് വിഭാഗം വക്കീലിനെ ശൈഖുന കശക്കിയ വിധം പൊന്മള ഉസ്താദിന്റെ വാക്കുകളിൽ: മഹാനവറുകളുടെ അപാരമായ ബുദ്ധിയും യുക്തിയും അതിലുപരി അല്ലാഹു തആല കൊടുത്തൊരു തൗഫീഖുമാണ് മഹാനവറുകൾക്കുള്ളത്. ഓരോ ചോദ്യത്തിന് ആ ചോദ്യം വരുമ്പോൾ ഇതിന് എന്ത് മറുപടി പറയും എന്ന് സ്റ്റേജിലുള്ള എല്ലാവരും കൂടി കാത്തിരിക്കുന്ന സമയത്ത് ആരും ഓർക്കാത്ത മറുപടിയായിരിക്കും ഇവർ പറയുക. പ്രസംഗത്തിന്റെ ഭാഗമായുള്ളത് തഖൂണ്ടുൽ ഉസിയത്താണ്. അതിൽ ഫർള് മാത്രം അറബിയിൽ പറഞ്ഞ് ബാക്കിയുള്ളത് മാതൃഭാഷയിലായിക്കൂടെ എന്നാണ് അഹമ്മദ് വക്കീലിന്റെ ചോദ്യം. അതിൻ്റെ മഹാനവറുകൾ പറഞ്ഞത് തഖൂണ്ടുൽ ഉസിയത്ത് മുഴുവൻ ഫർളാണ്, അതിൽ പിന്നെ സുന്നത്തായൊരു ഭാഗം അനുബന്ധമായൊരു ഭാഗം ഇല്ല. അതുകൊണ്ട് തഖൂണ്ടുൽ ഉസിയത്ത് മുഴുവൻ ഫർളായതുകൊണ്ട് മുഴുവനും അറബിയിൽ തന്നെ ആകണം എന്ന് പറഞ്ഞപ്പോൾ അഹമ്മദ് വക്കീലിന്റെ ചോദ്യം, എന്നാൽ അത്തിയുല്ലാഹ പറഞ്ഞാൽ മതിയാകും എന്ന് ഫിഖ്ഹിന്റെ കിതാബിൽ ഇല്ലയോ മുസ്ലിയാരെ? മതിയാകും, അത് ഫിഖ്ഹിന്റെ കിതാബിലുണ്ട്. എന്നാൽ ഞാൻ ചോദിക്കട്ടെ, ഒരാള് അൽഹംദുലില്ലാ സ്വല്ലല്ലാഹു അലാ മുഹമ്മദിൻ അത്തിയുല്ലാഹ് എന്ന് പറഞ്ഞാൽ ഖുത്ബയുടെ 3 റുക്നുകൾ പൂർത്തിയായി എന്ന് പറയാമോ എന്ന് ചോദിച്ചപ്പോൾ എല്ലാവരും ഇതിനെന്ത് മറുപടി പറയും
പൂർത്തിയായി എന്ന് പറഞ്ഞാൽ പിന്നെ പറയുമെന്ന ബാക്കിയുള്ളത് അനുബന്ധങ്ങളാണ്. പൂർത്തിയായില്ലെന്ന് പറയാൻ ഒക്കുമോ? അത്തിയുള്ളാഹ മാത്രം പറഞ്ഞാൽ ഫർള് വീടുമെന്ന് ഉണ്ടല്ലോ. മഹാനവരുടെ മറുപടി അടുത്ത് എന്തിലേക്ക് പ്രവേശിക്കുന്നു അതനുസരിച്ചേ പറയാൻ പറ്റുള്ളൂ. ഇപ്പം പൂർത്തിയായെന്നോ ആയില്ലെന്നോ പറയാൻ പറ്റില്ല. അപ്പം മുസ്ലിയാരെ അത് എപ്പോഴാണ് ഇനി പറയാൻ പറ്റുക? അടുത്ത് 4ാമത്തെ റുക്കനായ ആയത്ത് ഓതുന്നതിലേക്ക് പ്രവേശിച്ചാൽ മനസ്സിലായി 3 റുക്കന് പൂർത്തിയായി എന്ന്. അല്ല തുടർന്ന് ഇതിൻ്റെ ബാക്കി പറയുകയാണെങ്കിൽ അപ്പം മനസ്സിലായി ഇത് പൂർത്തിയായിട്ടില്ല എന്ന്. അപ്പം അഹമ്മദ് വക്കീലിൻ്റെ ചോദ്യം, എന്നാൽ ഇങ്ങനത്തെ ഒരു മസ്അല ഇതല്ലാതെ വേറൊന്നൊരു ഉദാഹരണം പറയാൻ നിങ്ങൾക്ക് കഴിയോ? ഷാഫി ഫിഖിൽ ഒരുപാട് മസ്അലകളുണ്ടല്ലോ. ഉടനടി മഹാനവറുകൾ പറഞ്ഞു. അതൊന്നും നേരത്തെ ചിന്തിച്ചു വെച്ചത് ചോദ്യങ്ങളുമല്ല മറുപടിയുമല്ല. ഉടനെ പറഞ്ഞു, ഒരാൾ ഫോട്ടോ വരയ്ക്കുകയാണ്. ഫോട്ടോ വരയ്ക്കുമ്പോൾ കൈ കൊണ്ടാണ് വര തുടങ്ങിയത്. തല മുതൽക്കല്ല കൈ മുതൽക്ക് വരക്കാൻ തുടങ്ങി എന്ന് വിചാരിക്കുക. കൈ മാത്രം വരച്ചു വെച്ചതിന് ശേഷം ഇങ്ങനെ ഫോട്ടോ വരക്കുന്നത് ഉണ്ടാക്കുന്നത് പറ്റുകയില്ലേ? ഹറാമോ ജായിസോ എന്ന് ചോദിച്ചാൽ പറയാനായിട്ടില്ല എന്നാ മറുപടി. അതിൻ്റെ കൂടെ ബാക്കിയുള്ള ഭാഗം കൂടി വരച്ച് പൂർത്തിയാക്കിയാൽ ഹറാമാണ്. അപ്പം ഈ കൈയടക്കം വരച്ചത് ഹറാമിൽ പെടും. ഇല്ല എങ്കിൽ അതുകൊണ്ട് മതിയാക്കുകയാണെങ്കിൽ ഇല്ല, കുഴപ്പവുമില്ല എന്ന് പറയാം. അഹമ്മദ് വക്കീൽ ഇതിനെ തുറന്ന് പിന്നൊരു ചോദ്യം ചോദിക്കാൻ അയാൾക്ക് ഒരു ഗ്യാപ്പുണ്ടായില്ല. ഈ അനിതരമായ പ്രതികരണ പാടവത്തെക്കുറിച്ച് ഹസൻ മുസ്ലിയാരുടെ കൂടെ സുന്നി പക്ഷത്ത് വാദം നടത്തിയിരുന്ന പ്രസിദ്ധനായ വക്കീൽ KMC കുറുപ്പ് ഒറ്റപ്പാലം അവർകൾ അനുസ്മരിക്കുകയുണ്ടായി. ഹസൻ മുസ്ലിയാരെക്കുറിച്ച് പറയുമ്പോൾ വക്കീൽ സാറിന്റെ മുഖം പ്രസന്നമാകുന്നു. അഭിമാനബോധത്തോടെയാണ് അദ്ദേഹം സംസാരിച്ചത്. എത്രയും ചോദിച്ചോളൂ, പറയാനേറെയുണ്ട് എന്നായിരുന്നു അദ്ദേഹത്തിന്റെ നിലപാട്. ഞാൻ ഇവിടെ പ്രാക്ടീസ് ആരംഭിച്ചത് സുമാർ 55-56ഓളം കൊല്ലമായി. ഈ കാലത്തിനിടയിൽ ദൈവസഹായത്താലും നാട്ടുകാരുടെ സഹായത്താലും സിവിൽ ക്രിമിനൽ ഭാഗങ്ങളിൽ എനിക്ക് നല്ല വർക്ക് ഉണ്ടാവും. ആ കാലത്തൊക്കെ 100 കണക്കിന് ആൾക്കാരെ അറിയാനും പരിചയപ്പെടാനും എനിക്ക് അവസരം കിട്ടിയിട്ടുണ്ട്. എന്നാൽ ഈ അറിയുന്നതും പരിചയപ്പെടുന്നതുമായ ആൾക്കാരിൽ ഒരു മായാട്ട് വ്യക്തിമുദ്ര പതിപ്പിച്ച് പോകുന്നവർ വളരെ കുറവേ ഉള്ളൂ. ബാക്കിയെല്ലാം അങ്ങനെയുണ്ട് പോവും. എന്നാൽ അസം മുസ്ലിയാരെ സംബന്ധിച്ചിടത്തോളം എൻ്റെ മനസ്സിൽ മായാത്ത വ്യക്തിമുദ്ര പതിപ്പിച്ച അല്പം വ്യക്തികളിൽ ഒരാളാണ്. അദ്ദേഹമായി പരിചയപ്പെട്ടാൽ അദ്ദേഹത്തിനെ മറക്കാൻ സാധ്യമല്ല. അദ്ദേഹത്തിൻ്റെ സ്വന്തം അനുഭവമാണ്. അത് ഒരു വക്കീല എന്ന നിലയ്ക്ക് നമ്മൾ ഒരുപാട് ആൾക്കാരായിട്ട് പരിചയപ്പെടണു, അവരായിട്ട് പലതരത്തിലുള്ള അടുപ്പങ്ങൾ ഉണ്ടാവണു. കക്ഷി എന്ന നിലയ്ക്ക്, സാക്ഷി എന്ന നിലയ്ക്ക്, എതിർകക്ഷി എന്ന നിലയ്ക്ക് പല നിലയിലും നമ്മൾ അവരായിട്ട് വ്യക്തിബന്ധം പുലർത്തുന്നുണ്ട്. അതിൽ വളരെ കുറച്ച് ആൾക്കാർ മാത്രമേ നമ്മുടെ മനസ്സിൽ എന്നും തങ്ങി നിൽക്കുന്നുള്ളൂ. ഞാൻ ഈ അസം മുസ്ലിയാരായിട്ട് പരിചയപ്പെടുന്നത് സുമാർ 40-45 കൊല്ലമായിട്ടും കൃത്യമായിട്ട് ഓർമ്മയില്ല. അന്ന് മലബാറിലെ ഈ മുജാഹിദ് പ്രസ്ഥാനം കുറേശ്ശെ പൊന്തി വരുന്നൊരു കാലഘട്ടമായിരുന്നു. ഈ മുജാഹിദ് പ്രസ്ഥാനത്തിൽ ഇടപെട്ട ആൾക്കാരും വാക്താക്കളായിട്ടുള്ള ആൾക്കാരും സുന്നി വിഭാഗത്തിൽപ്പെട്ടവരും തമ്മിൽ ആശയപരമായ ഭയങ്കരമായൊരു സംഘടനയായിരുന്നു. ഏറ്റവും പ്രധാനമായത് ജുമാ പ്രാർത്ഥനയിലുള്ള ആ ചടങ്ങുകളെ സംബന്ധിച്ച് ഫർളുകൾ എന്ന് പറയുന്നല്ലോ, ആ ഫർളുകളെ സംബന്ധിച്ചോളം അവശ്യ ഘടകങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉള്ള കാര്യത്തിലാണ്. ഈ വെള്ളിയാഴ്ചയുള്ള ജുമാ പ്രാർത്ഥനയിൽ പ്രധാനമായ 5 ഫർളുകൾ നമുക്കെല്ലാം അറിയുന്നതാണ്. ഹംദ്, സലാത്ത്, വസ്യത്ത്, ആയത്ത്, ദുആ. ഇതിൽ ഏറ്റവും പ്രധാനമായ തർക്കമുണ്ടായിരുന്നത് വസ്യത്തിനെ സംബന്ധിച്ചാണ്. വസ്യത്ത് ഒരു പ്രസംഗം മാത്രമാണെന്നും സമകാലികമായ സംഗതികളെ സംബന്ധിച്ചിട്ടുള്ള ഒരു പ്രസംഗം എന്ന നിലയിൽ അത് മലയാളത്തിൽ വേണമെന്നുമാണ് മറുഭാഗക്കാർ ചടിച്ചിരുന്നത്. എന്നാൽ അത് ഒരു പ്രസംഗമല്ലെന്നും പ്രാർത്ഥനയുടെ ഭാഗമാണെന്നും ഇംഗ്ലീഷിൽ പറഞ്ഞാൽ റിച്വൽ എന്ന് പറയും, RITUAL, റിച്വൽ ഒരു പ്രാർത്ഥനയുടെ ഭാഗമാണെന്നും അതുകൊണ്ടത് അറബിയിൽ തന്നെ വേണമെന്നും ആണ് നമ്മൾ സമർത്ഥിക്കാൻ ശ്രമിച്ചിരുന്നത്. ആ കാര്യത്തിൽ ഇതിനെ സംബന്ധിച്ച് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ വെള്ളിയഞ്ചേരിയോ പള്ളിയോ അങ്ങനെ അതൊരു പള്ളിയാണ് ആദ്യമായൊരു കേസ് ഉണ്ടായത്. പെരിന്തൽമണ്ണയാണ്. ആ കേസിൽ അസം മുസ്ലിയാരെ ഞാൻ വിസ്തരിക്കേണ്ടായി. ആ കാലത്ത് ആ കാലഘട്ടത്തിനോടടുത്താണ് അസം മുസ്ലിയാർ ഇവിടെ വരാനും. അന്ന് അദ്ദേഹം എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ പാലക്കാട് അറബിക് കോളേജ് പ്രിൻസിപ്പലായിരുന്നു.
അദ്ദേഹം ഇവിടെ വരാനും പരിചയപ്പെടാനിടയായി. ആ കേസിലാണ് ആദ്യമായിട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടി ഇരുന്ന് മണിക്കൂറുകളോളം ഇത് ചർച്ച ചെയ്ത് പഠിച്ച് അത് സ്വായത്തമാക്കിയത്. അറബി അറിയാത്ത എന്നെ അറബി പഠിപ്പിച്ച് അദ്ദേഹം മനസ്സിലാക്കി തരികയും അറബി അറിയുന്ന ഒരാൾ കൈകാര്യം ചെയ്യുന്ന പോലെ കാര്യങ്ങൾ നടത്താനുള്ള കഴിവേക്ക് ഉണ്ടാക്കി തരികയും ചെയ്തു. ചുരുക്കത്തിൽ എതിർഭാഗം വന്നൊരു മസലയെ ഞാൻ എതിർവിസ്താരം ചെയ്ത സമയത്ത് അദ്ദേഹം പദപ്രയോഗത്തിൽ നടത്തിയൊരു തെറ്റ് ഞാൻ ചൂണ്ടിക്കാണിച്ചപ്പോൾ എല്ലാവരും അത്ഭുത സ്തബ്ധരാവാണ് ഉണ്ടായത്. കാരണം അതിൻ്റെ കഴിവായിരുന്നില്ല, അത് അസംബസലിൻ്റെ കഴിവായിരുന്നു. അതിൻ്റെ ഫലമായിട്ട് എന്തുണ്ടായിച്ചാൽ നമ്മൾ വാദിച്ചു ഇത് അറബിയിൽ തന്നെ വേണം, അപ്പോൾ അറിയാത്ത ഭാഷയിൽ എന്താ അതിൻ്റെ ആവശ്യമെന്നായിരുന്നു മറ്റവരുടെ വാദം. പക്ഷെ അതിന് ഗ്രന്ഥങ്ങളുണ്ടായിരുന്നു. ഭാഷ അറിയില്ലെങ്കിൽ പോലും ഇത് ഈ ഭാഷയിൽ തന്നെ വേണമെന്ന നിർബന്ധമാണ്. ആ ഭാഷ അറിയുമോ ഇല്ലയോ എന്നുള്ളത് പ്രസക്തമല്ല എന്ന് ഒരുപാട് കാര്യങ്ങളുണ്ട് ആ അവസ്ഥയ്ക്ക്. ചുരുക്കത്തിൽ അതിൽ ദീർഘമായ ആർഗ്യുമെൻറ്റും എല്ലാം കഴിഞ്ഞ് നമ്മുടെ വാദം പരിപൂർണമായും കോടതി അംഗീകരിക്കുകയാണ് ഉണ്ടായത്. അതുമേൽ അപ്പീലുണ്ടായി, അപ്പീൽ സ്ഥിരപ്പെടുത്തുകയാണ് ഉണ്ടായത്. അതേപോലെ 3 കേസുകളിൽ, ഒന്ന് കാരക്കാടോ ഏതൊരു പള്ളി കാരക്കുന്ന് ഒരു പള്ളി മഞ്ചേരിയിലും മറ്റൊരു പള്ളിയുടെ കേസ് തിരൂരും ഉണ്ടായിരുന്നു. ഈ 3 കേസുകളിലും എനിക്ക് അസമസ്യരായിട്ട് ഇടപഴകാനും അദ്ദേഹത്തിൻ്റെ എന്താ പറയേണ്ടത്, അദ്ദേഹത്തിൻ്റെ ശിക്ഷണം എന്ന് തന്നെ പറയട്ടെ, ആ ശിക്ഷണം കിട്ടുവാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. ഒരു കാര്യമെടുത്താൽ അത് വാശിയോടുകൂടി നടത്തും. അതിൽ കുറച്ച് കഴിഞ്ഞാൽ അതൊരു വ്യക്തിപരമായ ബന്ധമായി മാറും. ഒരു ഫോർമലായിട്ടുള്ള ഔപചാരികമായ ഒരു വക്കീല കക്ഷി എന്നുള്ള ബന്ധത്തിൽ കവിഞ്ഞ്, അല്ലെങ്കിൽ വക്കീല സാക്ഷി എന്ന ബന്ധത്തിൽ കവിഞ്ഞ് അതൊരു വ്യക്തിപരമായ ബന്ധമുണ്ടാവും. അങ്ങനെ ആ കാലത്ത് അദ്ദേഹത്തിനുള്ള പ്രത്യേകമായ കഴിവുകൾ, ഒരു കാര്യം ഏറ്റെടുത്താൽ ഒരറ്റത്തവിടെ കൊണ്ടുപോയി കെട്ടും. ആ കഴിവ് എന്നുള്ളവർക്കില്ല. അന്ന് ഹസൻ മുസ്ലിയാരുടെ ഞാനുമായിട്ട് ആ ഒരു 1-2 കൊല്ലത്തോളം ഉള്ള കാലം ഈ 3-4 കേസുകൾ പഠിച്ചതിൽ, അത് തുഹഫയായാലും ശരി, മിനാജായാലും ശരി, എന്ത് ഗ്രന്ഥങ്ങളായാലും ശരി, അത് സമഗ്രമായി പഠിച്ച് അത് ചർവണം ചെയ്ത് നമുക്ക് മനസ്സിലാക്കി തന്ന് എന്ന് അദ്ദേഹത്തിന് ബോധ്യം വന്നാൽ മാത്രമേ അദ്ദേഹം പിന്നെ സ്റ്റെപ്പ് അപ്പുറത്തേക്ക് വയ്ക്കുള്ളൂ. അങ്ങനത്തെ ആൾക്കാരെ, അതാണ് ഞാൻ പറഞ്ഞത്, എന്നെ പോലത്തെ ഒരാൾക്ക് ഒരു 100 കണക്കിന് ആൾക്കാരായിട്ട് പരിചയപ്പെടാൻ അവസരമുണ്ടെങ്കിലും മനസ്സിൽ മായാത്ത മുദ്ര പതിപ്പിച്ച് കടന്നുപോയ ഒരാളാണ്. അത് അദ്ദേഹത്തുമായിട്ടുള്ള പരിചയത്തിനിടയിൽ അദ്ദേഹത്തിൻ്റെ പാഠവും കേസുകൾ കൈകാര്യം ചെയ്യാനുള്ള കഴിവും സാമർഥ്യവും പ്രസൻസ് ഓഫ് മൈൻഡ്, പെട്ടെന്ന് അതിന് ഉത്തരം പറയാനുള്ള കഴിവ്. ഞാൻ അദ്ദേഹത്തിനോട് പറയാറുണ്ട്, മുസ്ലിം നിങ്ങൾ വക്കീൽ ഭാഗം പഠിച്ചു വെച്ചാൽ ഇവിടെ വക്കീൽമാർക്ക് പടിയില്ലാതെയാവുന്നത്. അത്രത്തോളം കഴിവുണ്ടായിരുന്നു അർത്ഥം. ഒരു കാര്യം വന്നാൽ പഠിച്ച് നടത്തി മനസ്സിലാക്കി മറ്റുള്ളവനെയും മനസ്സിലാക്കി കൊടുത്ത് അത് കാട്ടിക്കൂട്ടലല്ല, അത് ആത്മാർത്ഥമായി ചെയ്യുന്നതാണ്. ആ നിലയ്ക്കാണ് ഞാനത് പറഞ്ഞത്. വൈലിത്തറ മുഹമ്മദ് കുഞ്ഞി മൗലവി ബിദയത്തിനെതിരെ ഹസൻ മുസ്ലിയാർ നടത്തിയ പടയോട്ടത്തിലെ വ്യതിരിക്ത ഭാവത്തെക്കുറിച്ച് പറയുന്നു. ഇ.കെ. ഹസൻ മുസ്ലിയാരെ സംബന്ധിച്ചിടത്തോളം എവിടെയാണ് സുന്നത്ത് ജമാഅത്തിന്റെ ക്ഷീണം വരുന്നതെന്ന് അറിഞ്ഞാൽ 2 ദിവസത്തിൽ കൂടുതൽ മൂപ്പർക്ക് കാണത്തില്ല. ചിലപ്പോൾ തന്നെ ഒന്ന് കല്ലായി ചൊലിച്ചു ഒഴിഞ്ഞ് ആ നനഞ്ഞ് പിടിച്ചു മുറുക്കി വേത്തിട്ടുണ്ട് നേരെ അങ്ങ് പോവുക. ആരും കൊണ്ടുപോകണ്ട ഹസൻ മുസ്ലിയാരെ. ചെന്ന് അക്കാര്യം സുന്നത്ത് ജമാഅത്തിനെ പറ്റിയുള്ള പ്രചാരണങ്ങൾ നടത്തുക, ഇത് ആണ് മൂപ്പരുടെ ഏറ്റവും വലിയൊരു പ്രത്യേകതയായി. അപ്പൊ സുന്നത്ത് ജമാഅത്തിന് ക്ഷീണം വരുമെന്ന് കണ്ടാൽ ആരും ക്ഷണിക്കണ്ട, മൂപ്പരങ്ങ് ചെല്ലും. ചെല്ലുമ്പോൾ ഇതൊക്കെയാ ബസ്സിലാ പോവുക. അധികവും 2 ദിവസം കാണും, അപ്പോഴപ്പോൾ കഴിയിട്ടുകൊണ്ട് പോവുക. ഇസ്തിരിയിടുന്ന പരിപാടിയൊന്നുമില്ല. ഖണ്ഡന പ്രസംഗത്തിൽ മാത്രം ഒതുങ്ങുന്നതായിരുന്നില്ല ഹസൻ മുസ്ലിയാരുടെ ബിദയത്ത് വിരുദ്ധ പോരാട്ടം. വാദപ്രതിവാദ വേദികളിലും കോടതികളിലും ശൈഖുനായുടെ സാന്നിധ്യം ധീരവും ശ്രദ്ധേയവുമായിരുന്നു. വാദപ്രതിവാദ മുഖത്തെ ഹസൻ മുസ്ലിയാരെ ശൈഖുന കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ സ്വന്തം അനുഭവങ്ങളിൽ ഓർമ്മിക്കുന്നു. ആദ്യമായി വാദപ്രതിവാദ രംഗത്ത് ഹസൻ മുസ്ലിയാരെ ഞാൻ കണ്ടത് ഞാൻ മങ്ങാട് ജുമാഅത്ത് പള്ളിയിൽ ദർസ് നടത്തുന്ന കാലം 1964 മുതൽ ഞാൻ മങ്ങാട് ജുമാഅത്ത് പള്ളിയിൽ ദർസ് നടത്തുകയായിരുന്നു. ആ കാലഘട്ടത്തിൽ അതിനടുത്ത പ്രദേശമായ
കപ്പുറം ശിവപുരത്ത് ജമാഅത്തെ ഇസ്ലാമിക്കാർ ഒരു പ്രസംഗം നടത്തി. ആ പ്രസംഗത്തിൽ കുട്ടികൾ ചോദ്യം കൊടുത്തപ്പോൾ ഞങ്ങളുടെ പ്രസംഗത്തെ ഗണ്ണിക്കാൻ പണ്ഡിതന്മാരുണ്ടെങ്കിൽ വരട്ടെ, ഞങ്ങളതിന് തയ്യാറാണ് എന്ന് അവർ മറുപടി പറഞ്ഞു. അതിനെ തുടർന്ന് മർഹൂം ഇ.കെ. ഹസൻ മുസ്ലിയാർ ദർസ് നടത്തിയിരുന്ന ഇയ്യാട് ജമാഅത്ത് പള്ളിയിൽ പോയി അദ്ദേഹത്തെ കാണുകയും ഞാൻ നാളെ തന്നെ വരാൻ തയ്യാറാണ് എന്ന് സമ്മതിച്ച് ജമാഅത്തെ ഇസ്ലാമിക്കാർക്ക് എഴുത്തു കൊടുത്തു. പിറ്റേ ദിവസം കപ്പുറത്ത് വെച്ച് ഗണ്ണന പ്രസംഗം. ആദ്യത്തെ 1.5 മണിക്കൂർ ജമാഅത്തെ ഇസ്ലാമിക്ക് വേണ്ടി അവരുടെ അന്നത്തെ വലിയ നേതാവായിരുന്ന കെ.സിയും സുന്നത്ത് ജമാഅത്തിൻ്റെ ഭാഗത്ത് മർഹൂം ഇ.കെ. ഹസൻ മുസ്ലിയാരുമായിരുന്നു സംസാരിച്ചിരുന്നത്. അള്ളാഹുവിൻ്റെ സഹായത്താൽ അവർ നിശ്ചയിച്ച ദിവസത്തേക്കാൾ നേരത്തെ പ്രസംഗം അവസാനിച്ചു പോവുകയും സുന്നത്ത് ജമാഅത്തിന് വലിയ വിജയം കൈവരിക്കുകയുമാണ് അവിടെ ഉണ്ടായത്. അന്നു മുതലാണ് ഞാൻ ഹസൻ മുസ്ലിയാരെ കൂടുതൽ അറിയുകയും ബന്ധപ്പെടുകയും ചെയ്യുന്നത്. വിദേഹത്തുകാരുടെ വാദം ഖണ്ഡിക്കുന്നതിൽ അദ്ദേഹത്തിൻ്റെ കഴിവ് വളരെ വലുതായിരുന്നു. പിന്നീട് അദ്ദേഹം നടത്തുന്ന മിക്ക വാദപ്രതിവാദങ്ങളിലും ഞാൻ സംബന്ധിക്കുകയും എൻ്റെ സ്വന്തം നിലയിൽ വാദപ്രതിവാദം നടത്താനും പ്രസംഗിക്കാനും കഴിവ് എത്തുന്നതിന് മുമ്പും അദ്ദേഹത്തിൻ്റെ കൂടെ പല സ്ഥലത്തും ഞാൻ സംബന്ധിച്ചിട്ടുണ്ട്. അതിലൊന്നാണ് വാഴക്കാട് വാദപ്രതിവാദത്തിൻ്റെ വിഷയം നിർണയിക്കുന്ന ഒരു പരിപാടി. അന്ന് മർഹൂം ഇ.കെ. ഹസൻ മുസ്ലിയാർ ആക്കോട് ജമാഅത്ത് പള്ളിയിലാണ് ദർസ് നടത്തുന്നത്. വാദപ്രതിവാദത്തിന് പോകുന്നതിന് മുമ്പ് തലേ ദിവസം തന്നെ ഞാൻ ആക്കോട് ജമാഅത്ത് പള്ളിയിലെത്തി. അദ്ദേഹവുമായി പലതും സംസാരിച്ചു. കിതാബുകൾ ഏതായാലും നോക്കി വെക്കുന്നതിൽ ഞാനും സഹായിച്ചു. പൊതുവേ ഹസൻ മുസ്ലിയാർ വാദപ്രതിവാദത്തിൽ അത്ര കൂടുതൽ കിതാബുകൾ എടുത്തു വെക്കലൊന്നുമില്ല. ഖുർആനിൻ്റെയും ഹദീസിൻ്റെയും അടിസ്ഥാനത്തിൽ തന്നെ വിദേഹത്തുകാരങ്ങനെയാണല്ലോ, ഞങ്ങൾ ഖുർആനും സുന്നത്തും പ്രചരിപ്പിക്കുന്നവരാണെന്നല്ലേ പറയാറുള്ളത്. അതുകൊണ്ട് അവരെ മുമ്പിൽ കിതാബൊന്നും വായിക്കണ്ട, കൂടുതൽ ആവശ്യമുണ്ടെങ്കിൽ വായിച്ചാൽ മതി എന്ന നിലക്ക് ഖുർആനും സുന്നത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ അതിൻ്റെ തെളിവുകൾ ഉദ്ധരിച്ചാണ് കൂടുതൽ സംസാരിക്കാറുള്ളത്. ഏതാനും ചില കിതാബുകളൊക്കെ മറിച്ച് വെച്ച് ഞങ്ങൾ രണ്ടുപേരും ആക്കോട്ട് അന്നുണ്ടായിരുന്ന ഒരു അധികാരിയുണ്ട്, അദ്ദേഹമാണ് മധ്യസ്ഥനായി നിൽക്കുന്നത്. അദ്ദേഹവും വാഴക്കാട്ടേക്ക് പുറപ്പെട്ടപ്പോൾ ഞാൻ ഹസൻ മുസ്ലിയാരോട് ചോദിച്ചു, ഈ വാദപ്രതിവാദം വളരെ ഗൗരവമാണല്ലോ, എന്താണ് ചോദിക്കുന്നതെന്ന് മുമ്പ് കൂട്ടി നമുക്കറിയില്ല. അപ്പോൾ നമുക്ക് വല്ല പരാജയവും സംഭവിച്ചാലോ എന്ന് ഞാൻ അന്ന് ചോദിച്ചു. അന്ന് എനിക്ക് പരിചയം കുറഞ്ഞ കാലമാണ്. അപ്പോൾ അന്ന് ഹസൻ മുസ്ലിയാർ മറുപടി പറഞ്ഞത്, സുന്നത്ത് ജമാഅത്തിൻ്റെ അഖീദയും അതിൻ്റെ അടിസ്ഥാന തത്വങ്ങളും ഉസൂലും നമ്മൾ പഠിച്ചു വച്ചിട്ടുണ്ട്. ഇനി നാം പറയുന്നത് നമ്മുടെ മനസ്സിലുള്ളതാവണം. മനസ്സിലൊന്ന് വെച്ച് അതിനെതിര് സംസാരിച്ചാൽ നാം ഒരിക്കലും വിജയിക്കുകയില്ല. മനസ്സിലുള്ളത് മാത്രം പറയുക, അഥവാ നമ്മുടെ വിശ്വാസം എന്താണോ അത് മാത്രം പറയുകയും സ്ഥിരപ്പെടുത്തുകയും ചെയ്യാൻ ശ്രമിക്കുക. എന്നാൽ തീർച്ചയായും നമുക്ക് വിജയം കിട്ടും. വിജയം അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്ന് നമുക്ക് കിട്ടേണ്ടതാണല്ലോ. അത് ഹക്ക് പറയുമ്പോൾ അള്ളാഹു തആല നമ്മളെ സഹായിക്കും എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ മറുപടി. അതുപോലെ തന്നെ വാഴക്കാട്ട് ചെന്ന്
മഗ്രിബ് നിസ്കാരത്തിന് ശേഷം ഒരു വലിയ നീളമുള്ള കെട്ടിടത്തിൻ്റെ വരാന്തയിൽ ഒരു ഭാഗത്ത് സുന്നികളും മറുഭാഗത്ത് ബിദ്അത്തുകാരുമായിരുന്നു. വിഷയനിർണയമാണ്. ജുമുഅ ഖുതുബ അറബിയിൽ ആവണമെന്ന് സുന്നികളും കേൾവിക്കാരുടെ ഭാഷയിലാവണമെന്ന് മുജാഹിദുകളും വാദിച്ചു. അങ്ങനെ മുജാഹിദിന് വേണ്ടി സ്റ്റേജിൽ വാദിച്ച MT മൗലവി വാഴക്കാട്ടുകാരൻ തന്നെയാണ്. അദ്ദേഹം പറഞ്ഞു, ശ്രോതാക്കളുടെ ഭാഷയിലാണ് ഖുത്ബ നിർവഹിക്കേണ്ടത് എന്ന്. അപ്പോൾ ഹസൻ മുസ്ലിയാരുടെ ചോദ്യം, ശ്രോതാക്കൾ വിവിധ ഭാഷക്കാർ ഒരു സദസ്സിലുണ്ടായാൽ ഏത് ഭാഷയിലാണ് നിർവഹിക്കേണ്ടത്? അപ്പോൾ മൗലവി പറഞ്ഞു, ഭൂരിപക്ഷത്തിൻ്റെ ഭാഷയിലാണ്. അപ്പോൾ ഹസൻ മുസ്ലിയാർ ചോദിച്ചു, പരിശുദ്ധ മക്കയിൽ ഹജ്ജ് വേളയിൽ അറബികളെക്കാൾ എത്രയോ കൂടുതൽ അനറബികളാണല്ലോ ഉള്ളത്, അവിടെ ഏത് ഭാഷയിലാണ് നിർവഹിക്കേണ്ടത് എന്ന്. പിന്നെ അവിടെ മൗലവി വെള്ളം കുടിക്കുന്നതാണ് കണ്ടത്. അതോടുകൂടി മുജാഹിദുകൾ തന്നെ ആ മൗലവിയെ അവിടുന്ന് പിടിച്ചു മാറ്റി പകരം ചേകനൂർ മൗലവിയെയാണ് കൊണ്ടുവന്നത്. അദ്ദേഹം ഖുതുബയുടെ ഭാഷയെ സംബന്ധിച്ച് ഇപ്പോൾ അത്രയൊന്നും പറയാനില്ല, അത് എല്ലാവർക്കും അറിയാവുന്നതാണ് എന്നും പറഞ്ഞ് മുഅ്ജിസത്ത് കറാമത്തിലേക്കാണ് പിന്നെ നീങ്ങിയത്. അതിൽ മുഅ്ജിസത്ത് കറാമത്ത് അമ്പിയാക്കൾക്ക് മുഅ്ജിസത്തും ഔലിയാക്കൾക്ക് കറാമത്തും ഇഖ്തിയാരിയായി അവരുടെ ഉദ്ദേശമനുസരിച്ച് ചെയ്യാൻ അല്ലാഹു തആല സാധിപ്പിച്ചു കൊടുക്കും എന്ന വാദം സുന്നികൾക്കും, മുഅ്ജിസത്തുണ്ടാകുന്നത് അമ്പിയാക്കൾ അറിയില്ല, കറാമത്തുണ്ടാകുന്നത് ഔലിയാക്കളും അറിയില്ല, അവരറിയാത്ത ഭാഗത്തിൽ അള്ളാഹു അവരിലൂടെ വെളിപ്പെടുത്തുകയാണ് എന്ന് ചേകനൂർ മൗലവിയും വാദിച്ചു. അന്ന് ചേകനൂർ മുജാഹിദ് മൗലവിമാരുടെ കൂടെയുള്ള ഒരു ആളാണ്. ആ വാദം സുഹ്ബഹി വരെ തുടരുകയായിരുന്നു. കാരണം മുഅ്ജിസത്ത് കറാമത്ത് ഇഖ്തിയാർ പ്രകാരം യഥേഷ്ടപ്രകാരം ഉണ്ടാകും എങ്കിൽ ചിലതൊക്കെ ഉണ്ടാകാത്തത് നാം കേട്ടിട്ടുണ്ടല്ലോ എന്ന് മൗലവി ഉദ്ധരിച്ചപ്പോൾ ഹസൻ മുസ്ലിയാർ തിരിച്ചടിച്ചത്, സാധാരണ പ്രവർത്തനത്തിലും അങ്ങനെ ഉണ്ട്. ഒരാൾ നടക്കുമ്പോൾ പെട്ടെന്ന് കാലുകൊഴിഞ്ഞ് വീണുപോയാൽ അദ്ദേഹത്തിൻ്റെ നടത്തം ഇല്ലാതെയായി. അതുകൊണ്ട് ഈ നടത്തം എന്നത് ഇയാൾ അറിയാതെയാണെന്നോ യഥേഷ്ടമല്ലെന്നോ പറയാൻ പറ്റില്ല. യഥേഷ്ടം നടത്തുന്ന നടത്തം, യഥേഷ്ടം കൈ അനക്കുന്നു, കാൽ അനക്കുന്നു, തല അനക്കുന്നു, നാവ് അനക്കുന്നു, അത് എപ്പോഴും ഇല്ലാതെയാവാം. അതുകൊണ്ട് അതിന് യഥേഷ്ടം പ്രവർത്തിക്കുക എന്ന് പറയാൻ ആരും മടിക്കുന്നില്ല. അപ്പോൾ സാധാരണക്കാരുടെ പ്രവർത്തനം എപ്രകാരം യഥേഷ്ടമാകുന്നുവോ അതുപോലെ അസാധാരണക്കാരായ അമ്പിയാക്കളുടെയും ഔലിയാക്കളുടെയും മുഅ്ജിസത്തും കറാമത്തും യഥേഷ്ടമാണ്. അള്ളാഹുവിൻ്റെ തഖ്ദീർ പ്രകാരമല്ലാതെ ഒരു യഥേഷ്ടമുള്ള കാര്യവും ഉണ്ടാവുകയില്ല. അത് അള്ളാഹു ഉദ്ദേശിക്കുമ്പോൾ കൊടുക്കും, ഇല്ലാത്തപ്പോൾ കൊടുക്കില്ല എന്ന് പറയുന്നതോടൊപ്പം മൗലവിക്ക് പിന്നെ ഒന്നും പറയാനില്ലാതെ അങ്ങേയറ്റം ഉഴന്ന് അവസാനം ഇനി നമുക്ക് പിന്നീട് പറയാം, വാദപ്രതിവാദം വരുന്നുണ്ടല്ലോ, വാദപ്രതിവാദത്തിലെ വിഷയമാണല്ലോ ഇപ്പോൾ നിർണയിക്കുന്നത് എന്ന് പറഞ്ഞ് സുബഹി ഏകദേശം ആവാൻ അടുത്തപ്പോൾ മൗലവി പാർട്ടിയും ഇറങ്ങിപ്പോവുകയാണ് ഉണ്ടായത്. അപ്പോൾ അന്ന് അവിടെ കൂടിയ മുഴുവൻ ജനങ്ങൾക്കും ഹസൻ മുസ്ലിയാർ പറയുന്നത് വളരെ സത്യമാണ്, വളരെ വ്യക്തമാണ് എന്ന് എല്ലാവർക്കും മനസ്സിലായതാണ്. ഇങ്ങനെ പല സ്ഥലത്തും വാദപ്രതിവാദം നടത്തിയിട്ടുണ്ട്. ഞങ്ങൾ രണ്ടുപേരും ചേർന്നുകൊണ്ട് പല സ്ഥലത്തും വാദപ്രതിവാദം നടത്തിയിട്ടുണ്ട്. കൊണ്ടോട്ടി അടുത്ത് വലിയ പറമ്പിൽ
പട്ടാമ്പിയിൽ, പൂനൂരിൽ, ഇങ്ങനെ പല സ്ഥലത്തും ഞങ്ങളെല്ലാം ചേർന്നുകൊണ്ട് നടത്തിയിട്ടുണ്ട്. എൻ്റെ സ്വദേശമായ കാന്തപുരത്തിനടുത്ത പൂനൂരിൽ 2 ദിവസത്തെ വാദപ്രതിവാദവും ഗണനവും നിശ്ചയിച്ചെങ്കിലും 1-ാമത്തെ ദിവസം മഹാനായ ഹസൻ മുസ്ലിയാരുടെ ഗർജിക്കുന്ന സിംഹത്തെപ്പോലെയുള്ള വാക്കും പ്രസംഗവും മുജാഹിദുകളെ അമ്പരപ്പിക്കുകയും 2-ാം ദിവസം ഞങ്ങൾ ചെന്നപ്പോൾ ഞങ്ങളുടെ വരാന്തയിൽ മുഴുവനും സുന്നി ആലിമീങ്ങൾ നിറഞ്ഞു. മറുഭാഗത്ത് മുജാഹിദ് ഉണ്ടായിരുന്ന ആ പീടിക മുകളിൽ വരാന്തയിൽ അന്നത്തെ ഒരു വിളക്ക് കത്തിച്ച് മഗ്‌രിബിന് വെച്ച് ആരോ പോയതല്ലാതെ പിന്നെ ആരും അവിടെ കയറിയതായി കണ്ടില്ല. അങ്ങനെ മുജാഹിദ് രംഗത്ത് വരാതെ ഒളിച്ചോടുകയായിരുന്നു. ആ നിലക്ക് ആണ് ഹസൻ മുസ്ലിയാരുടെ സുന്നത്ത് ജമാഅത്തിൻ്റെ പ്രവർത്തനം.